നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ആന എഴുന്നള്ളത്തിന് മാർഗരേഖയുമായി ഹൈക്കോടതി. ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ ദൂരം ഉറപ്പാക്കണം. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം നിർബന്ധം. പകൽ സമയത്തെ ആനകളുടെ യാത്രകളിലും നിയന്ത്രണം. കേരളത്തിന് തിരിച്ചടി. വയനാട് ഉരുൾപൊട്ടലിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് KV തോമസിന് കത്ത് നൽകി. ആത്മകഥാ വിവാദത്തിൽ കോൺഗ്രസിനെതിരെ EP ജയരാജൻ. പിന്നിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമെന്ന് വിമർശനം. ഒരാൾക്കും കരാർ കൊടുക്കുകയോ കൂലിക്കെഴുതിക്കുകയോ ചെയ്തിട്ടില്ലെന്നും EP. പിന്നിൽ VD സതീശന്റെ കൈയുണ്ടെന്ന് K സുരേന്ദ്രൻ. പാലക്കാട് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. ഇരട്ട വോട്ടാരോപണവുമായി CPM. പ്രചാരണ വിഷയമായി കൽപ്പാത്തി ചെരുപ്പ് വിവാദം. P സരിനെ പ്രശംസിച്ച് EP ജയരാജൻ. കനത്ത മഴയെ തുടർന്ന് പ്രചാരണ പ്രസംഗം തടസ്സപ്പെട്ടു. PP ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരെ പരാതിയിൽ ഉറച്ച് നവീൻ ബാബുവിന്റെ കുടുംബം. അന്വേഷണ സംഘം വീട്ടിലെത്തി മൊഴിയെടുത്തു. അഡ്വക്കേറ്റ് KK രത്നകുമാരി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ. ദിവ്യ വോട്ടെടുപ്പിനെത്തിയില്ല. മുനമ്പം വിഷയം സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിൽ എത്തിക്കാൻ BJP. സമരക്കാർക്ക് ഉറപ്പുമായി ശോഭാ കരന്തിലജെ. നടക്കുന്നത് ഭൂമി ജിഹാദെന്നും കേന്ദ്രമന്ത്രി. പ്രശ്നത്തിന് കാരണം VS സർക്കാരിന്റെ തീരുമാനമെന്ന് മുസ്ലിം ലീഗ്. VS സർക്കാരിന്റെ അതേ നിലപാടാണ് പിണറായി സർക്കാരിനെന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ മീറ്റിനുള്ള കേരള താരങ്ങളുടെ യാത്ര പ്രതിസന്ധി നീങ്ങി. താരങ്ങളെ വിമാനത്തിൽ കൊണ്ടുപോകും. ഇടപെട്ട് വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികൾ നാളെ ഭോപ്പാലിലേക്ക് തിരിക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പുതിയ മേൽശാന്തിമാർ മറ്റന്നാൾ ചുമതലയേൽക്കും. സുരക്ഷ വിലയിരുത്തി DGP. വിശദമായി നോക്കാം. ആന എഴുന്നള്ളത്തിന് മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. എഴുന്നള്ളത്തിന് ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ ദൂരം ഉറപ്പാക്കണം. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം. ആനകളെ യാത്ര ചെയ്യിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ ആനയെ യാത്ര ചെയ്യിക്കരുതെന്നാണ് നിർദ്ദേശം. കർശനമായ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. കൃത്യമായ മാർഗരേഖ ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുകയാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് 2 എഴുന്നള്ളിത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ഉറപ്പാക്കണമെന്നും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവുമായി 100 മീറ്റർ അകലം വേണമെന്നും ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്റർ അകലം വേണമെന്നും 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ളത്. CN പ്രകാശ് കൂടി ചേരുന്നു വിവരങ്ങളുമായി. CN പ്രകാശ്, മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അതെങ്ങനെയാണ്? ആനകളെ യാത്ര ചെയ്യിക്കുന്നതിനും നിയന്ത്രണം ഉണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ യാത്ര ചെയ്യിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആനകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കി കൃത്യമായ മാർഗരേഖ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. അത്തരത്തിലുള്ള മാർഗരേഖയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ആന എഴുന്നള്ളത്തിന് മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് നൽകണം. അത് ഉറപ്പാക്കണം. എഴുന്നള്ളത്തിന് ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ അകലം ഉറപ്പാക്കിയിരിക്കണം. 2 ആനകൾ തമ്മിലുള്ള ദൂരം അത് 3 മീറ്റർ ആണ് എന്നുള്ളത് ഉറപ്പാക്കിയിരിക്കണം. അതേപോലെ തന്നെ
വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ആനയും തമ്മിലുള്ള ദൂരം അത് 100 മീറ്റർ അകലമുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണമെന്നും അതോടൊപ്പം ആനകൾക്ക് കൃത്യമായ വിശ്രമം നൽകുന്നുണ്ട്. യാത്രകൾ അതും ആനയ്ക്ക് ഒരു ഭാരമായി മാറാൻ പാടില്ല എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് രാത്രി 10-നും വെളുപ്പിന് 4 മണിക്കുമിടയിൽ യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മാർഗരേഖയിലുള്ളത്. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് CN പ്രകാശ്, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് മാർഗരേഖയിൽ പറയുന്നത്? ഈ ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും മാർഗരേഖ പുറത്താക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാതല സമിതിക്കാണ് ഇതിന്റെ ചുമതല ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. താൽക്കാലികമായ വിശ്രമസ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. ദിവസം 30 കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. എഴുന്നള്ളുന്ന ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ പാലിക്കണം എന്ന നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം. രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ ആനയെ യാത്ര ചെയ്യിക്കരുത് എന്നീ തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് ആനകളുടെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. CN പ്രകാശ്, ഒരു കാര്യം കൂടി, ഇതിന്റെ ഒരു മേൽനോട്ട ചുമതല ഈ മാർഗരേഖ പ്രകാരമാണോ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നത് എന്നുള്ളത് നോക്കുന്നത്? അതിന്റെ ഒരു മേൽനോട്ടം ഏത് വിഭാഗത്തിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സമിതികൾ രൂപീകരിച്ച് ഇതിന്റെ മാർഗരേഖകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നതാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഇനി സർക്കാർ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവണം. ഉത്സവ പറമ്പുകളിലും ആനയുടെ എഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വെങ്കിടാചലം, ഈ കർശനമായ നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ആനകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മതിയായതാണോ ഈ നിർദ്ദേശങ്ങൾ എന്നാണോ കരുതുന്നത്? അതായത് ഞങ്ങളുടെ സംഘടന 2022 സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലത്തെ വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും റവന്യൂ വകുപ്പും മന്ത്രിമാരും ചേർന്ന് വന്യജീവി സംരക്ഷണ നിയമവും നാട്ടാന പരിപാലന നിയമവും വൻതോതില് വെള്ളത്തിൽ കലക്കിയിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിയമാനുസൃതമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒന്നിനെ നിയമം നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് നിരോധിക്കുക എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ ആവശ്യം, ഈ വയസ്സായ ആനകളേനെ വയസ്സധികമായിട്ടില്ല എന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് വെറ്റിനറി ഡോക്ടർമാരും ആന മാഫിയക്കാരും കൂടി നൽകിയിട്ട് ഇവരെ എഴുന്നള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് വയസ്സായ ആനകളെ പാപ്പാന്മാരുടെ സംരക്ഷണയില് വനം വകുപ്പിന്റെ സ്ഥലത്ത് കാട്ടിൽ നിന്ന് മൃഗങ്ങള് വന്ന് ആക്രമിക്കാതിരിക്കാൻ വേര് കെട്ടി തിരിച്ച സ്ഥലത്ത് സർക്കാരിന്റെ ചെലവില് അവറ്റയെ പരിപാലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും സുപ്രീം കോടതിയിൽ എത്തിയപ്പോ സുപ്രീം കോടതി പറഞ്ഞു, ഇത് ഞങ്ങളിത് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതി പോയിട്ട് ഇത് അവിടെ അവതരിപ്പിക്കുക. ഹൈക്കോടതി എന്തെങ്കിലും സംഭവങ്ങളിൽ നിങ്ങളുടെ അടുത്ത് വീണ്ടും സുപ്രീം കോടതി പോകാൻ പറഞ്ഞാൽ നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് വന്നോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കേസ് ഹൈക്കോടതിയിൽ വെച്ചത്. ഹൈക്കോടതിയിൽ ഒരു കൊല്ലമായിട്ട് ഹൈക്കോടതിയിലത്തെ ജഡ്ജിമാര് ഇത് മാസാമാസം ഈ ഇറങ്ങി നടത്തി എന്ത് ചെയ്താലും വനം മന്ത്രിയും വനം വകുപ്പിലത്തെ ചില ഉത്സവ മാഫിയായിട്ട് ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും റിപ്പോർട്ട് കൊടുക്കാണ്ടായി. അങ്ങനെ കർശന നിബന്ധനകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പറയുമ്പോഴാണ് ഇപ്പോൾ പുതിയ നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. ഈ നിബന്ധനകൾ പ്രകാരം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും മൃഗങ്ങളോടുള്ള ക്രൂരത തടയാനുള്ള നിയമപ്രകാരമാണ് ഹൈക്കോടതി അടിയന്തരമായിട്ട് ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രകാരം എഴുന്നള്ളിപ്പ് നടത്താൻ പറ്റില്ല എന്നിപ്പോൾ ഉത്സവ സംഘാടകർ പറയാൻ കാരണം അവരുടെ അടുത്തുള്ള എല്ലാ ആനകളും നിയമപ്രകാരമായിട്ടുള്ള യാതൊരു പരിരക്ഷയും ഇല്ലാത്ത വ്യാജ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ആനകളായതുകൊണ്ടാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ വേറൊരു വിഷയം ഉണ്ടായി, അത് മാധ്യമങ്ങളധികം പുറത്തേക്ക് വിട്ടിട്ടില്ല. ഓപ്പൺ കോടതിയിൽ ഇവര് പറഞ്ഞത് ഈ ആനകളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുള്ള ആനകളെ സംസ്ഥാനം മാറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒരു അമെന്റ്മെന്റ് വരുത്തി. ഈ അമെന്റ്മെന്റ് വരുത്തിയപ്പോ ഇവിടുത്തെ ചില ആളുകൾ പ്രചരിപ്പിച്ചത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള കടലാസുള്ള ആനകളെ മുഴുവൻ ഇവിടെ കേരളത്തിൽ നിന്ന് നിറയ്ക്കുന്നതാണ്.
സുരേഷ് ഗോപി അടക്കമുള്ളവര് പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇതിലെ കോടതി പറഞ്ഞത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് ഇതിൽ പറയുന്നത് 2003 ഒക്ടോബർ 15 2003 വൈൽഡ് ലൈഫ് സ്റ്റോക്ക് ഡിക്ലറേഷൻ റൂൾ പ്രകാരം കൊടുത്തിരിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് കൊടുക്കണമെങ്കിൽ ഈ കാട്ടിലത്തെ ആനേനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാനായിട്ട് ഏത് സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് വാർഡനാണോ ഈ ആനയെ പിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അയാള് വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം ആനയെ വേട്ടയാടി പിടിക്കാനായിട്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടാവണം. ഈ വേട്ടയാടി പിടിക്കാനായിട്ടുള്ള ഉത്തരവ് പ്രകാരം വെടിവെച്ച് കൊല്ലാത്ത ആനയെ പരിരക്ഷിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചെയ്യണേ. അങ്ങനെ ആ ഹണ്ടിങ് ഓർഡർ പ്രകാരമുള്ള സെക്ഷൻ 11 പ്രകാരമുള്ള ഓർഡറുള്ള ആനകൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് 2003 ഒക്ടോബർ 15 കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുള്ള ആനകൾക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനും എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാനും അധികാരമുള്ളൂ എന്ന് പറയുന്നത് കോടതിയിൽ പറഞ്ഞു. അല്ല ശ്രീ വെങ്കിടാചലം, അപ്പോൾ ഈ പറയുന്ന കർശന നിർദ്ദേശങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ മാർഗരേഖ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഈ വിഷയത്തിൽ വരുന്നില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ വരുന്നില്ല എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? അല്ലല്ല, നിയമം പാലിച്ചിട്ടേ എഴുന്നള്ളിപ്പ് നടത്താവൂന്ന് ഹൈക്കോടതി പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ നിയമങ്ങളൊക്കെ ഇവിടെ ലംഘിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടെയും ഉത്സവ മാഫിയകളുടെ പച്ചനോട്ട് കണ്ടിട്ടുമാണ് ഈ സർക്കാരിന് സമ്മതിക്കണേന്നും പറഞ്ഞു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കുലറുകളും സുപ്രീം കോടതി ഉത്തരവും പ്രകാരം മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാവൂന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, തൃശ്ശൂർ പൂരം അടക്കമുള്ള ഇക്കൊല്ലത്തെ പൂരം നടന്നിട്ടുള്ളത് നേരെ ചൊവ്വയല്ലാന്ന് ഹൈക്കോടതിക്ക് മൊത്തം തെളിവ് കിട്ടി. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോഴത്തെ ആനകളെ വെച്ചിട്ട് ഇവർക്ക് ഈ നിയമപ്രകാരം എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവര് റോബോട്ട് ആനേനെ എഴുന്നള്ളിക്കട്ടെ, റോബോട്ട് ആനകൾ ഉപയോഗിച്ചിട്ട് ഇവര് ആനകളെ തള്ളി നീക്കട്ടെ. അതിന് മടിയുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം തലയില് ദേവവിഗ്രഹം എന്തിട്ട് ഇവര് കൊടയും ആലവട്ടം ഇവര് പിടിച്ചു പോക്കട്ടേനായി. ഇവര് നടത്തട്ടെ, റോട്ടിൽ കൂടെ ഇവര് നടക്കട്ടെ. തമിഴ്നാട്ടിൽ നടത്തണ്ടല്ലോ. തമിഴ്നാട്ടിൽ ദേവവിഗ്രഹം തലയിൽ എന്തിക്കൊണ്ടാണ് അവിടുത്തെ ഉത്സവങ്ങൾക്ക് ദൈവം പുറത്തിറങ്ങുന്നത്. ശരി വെങ്കിടാചലം, താങ്കൾ ദയവായി തുടരുക. ഇപ്പൊ നമുക്കൊപ്പം പൂരപ്രേമി സതീഷ് കുമാർ കൂടി ചേരുകയാണ്. ശ്രീ സതീഷ് കുമാർ, ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുള്ള ഈ മാർഗരേഖ, അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ നിർദ്ദേശങ്ങളെ? ഇത് കേരളത്തിന്റെ ഉത്സവങ്ങളും സംസ്കാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം, 1478 വർഷം, എത്രയോ, ഞാൻ കൃത്യമായി കണക്കല്ല ഈ പറയുന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങൾ മുന്നേ തുടങ്ങി വന്ന ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു സുപ്രഭാതത്തിൽ ഒരു വിധിയിലൂടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇപ്പോൾ ഈ വിധിയിലൂടെ ആനകളെ എഴുന്നള്ളിക്കണ്ട എന്നുള്ള നിലപാടിലേക്കൊന്നും കോടതി എത്തുന്നില്ലല്ലോ. എഴുന്നള്ളിക്കാം, പക്ഷെ അതിന് ആനയുടെ സുരക്ഷ കൂടി ഉറപ്പാക്കണം എന്നല്ല ഉള്ളൂ. അത് ആചാരത്തിനും ഉത്സവത്തിനും ഒന്നും തടസ്സമാകുന്നില്ലല്ലോ ഈ നിർദ്ദേശങ്ങൾ. ആനയുടെ സുരക്ഷ നിർബന്ധമായിട്ടും നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആനയുടെ സുരക്ഷ നടപ്പിലാവണം, ആനകളെ കൃത്യമായി സംരക്ഷിക്കണം, ആനകളുടെ പീഡനങ്ങൾ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ 100% നമ്മൾ യോജിക്കുന്നു. പക്ഷേ ഇപ്പൊ ഇരിക്കുന്ന അമ്പലങ്ങളുടെ മതിൽ പൊളിക്കുന്നതിനോ വീതി കൂട്ടുന്നതിനോ സ്ഥലപരിമിതികൾ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥല വർധനവ് ഉണ്ടാക്കുന്നതിനോ ഒന്നും സാധിക്കില്ലല്ലോ. അതിനുള്ള പരിഹാരം എന്താണ്? അതല്ലാതെ പണ്ട് ഗജമേളകൾ നടന്നിരുന്നു. നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തില് 101 ആനകളെ വെച്ച് എഴുന്നള്ളിക്കുകയും 101 മേളക്കാരെ വെച്ച് എഴുന്നള്ളിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, 2000 വരെ. ആ 2000-ലാണ് ചന്ദ്രശേഖരൻ നായർ സാറ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇത് ആർട്ടിഫിഷ്യലായി ചെയ്യുന്ന സംഗതിയാണ് നിർത്തലാക്കിക്കൊണ്ട് തനത് ഉത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഉണ്ടല്ലോ, അവരെ ധനസഹായം കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഉത്സവങ്ങളെ സഹായിക്കുമ്പോൾ ഒരു നാടിനും ഗുണമാണ്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് നാച്ചുറലായിട്ട് പൂരം കാണുകയും ചെയ്യാം എന്നുവരെ ഒരു സംഗതിയിലാണ്. ഇപ്പോ ഇനി അത് പഴയപടിയിലേക്ക് പോവുകയല്ലേ ചെയ്യുക. മുനിസിപ്പൽ സ്റ്റേഡിയങ്ങളിലോ അല്ലെങ്കിൽ വേറെ
പറമ്പുകളിലോ ഗ്രൗണ്ടുകളിലോ ഒക്കെ മാത്രമല്ല ഈ നിയമം പാലിക്കാൻ പറ്റുള്ളൂ. അമ്പലങ്ങളിൽ ഈ നിയമം പാലിക്കാൻ പറ്റൂ. അപ്പോൾ ഈ എഴുന്നള്ളിപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ആനകൾക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി ഒരുക്കി നൽകണം. അതിന് പൂരപ്രേമികളായിട്ടുള്ള നിങ്ങളും ഭാരവാഹികളും ഒക്കെ ബാധ്യസ്ഥരാണല്ലോ. ശ്രീ സതീഷ് കുമാർ, ദയവായി തുടരുക. നമുക്കൊപ്പം ഇപ്പോൾ വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഇ കെ ഈശ്വരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഡോക്ടർ ഇ കെ ഈശ്വരൻ, എങ്ങനെ നോക്കിക്കാണുന്നു ഈ മാർഗരേഖയെ താങ്കൾ? നമസ്കാരം. മാർഗരേഖ ഞാനിന്നിപ്പോ ടി വിയിലാണിത് കണ്ടത്. ഈ ആനകൾ തമ്മിൽ ഇത്രയധികം ദൂരം കേരളത്തിലെ ഉത്സവങ്ങൾക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഭക്തജനങ്ങളുമായിട്ടുള്ള 8 മീറ്റർ ദൂരം എന്ന് പറയുന്നത്, കാരണം ഇവിടെ മിക്ക അമ്പലങ്ങളും എന്താ പറയുക, ഈ ആനകളുടെ എണ്ണവും ഭക്തജനങ്ങളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ അവരുടെ ഗ്രൗണ്ടുകളുടെ ഒക്കെ വലിപ്പം വളരെ കുറവാണ്. മാത്രമല്ല അത്രയും ഒരു ദൂരത്തിന്റെ ഒരു വലിയ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആനകൾ തമ്മിലൊരു ദൂരം വേണം, മനുഷ്യനുമായിട്ട് കുറച്ച് ദൂരം വേണം. ഇത് വളരെ കൂടുതലാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ചർച്ചകളിലൂടെ ഒരു പരിഹാരത്തിന് ഗവൺമെന്റ് തുനിയണം എന്നുള്ളതാണ് എനിക്ക്. 2012 നിയമം, ആന സംരക്ഷണ നിയമത്തിൽ സർക്കാരിന് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കഴിയും. കോടതിയുമായിട്ട് ആലോചിച്ചും സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. അത്തരത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത് ഇതിനകത്ത് ഒരു കാര്യം കൂടി കണ്ടത്, ഗവൺമെന്റ് വെറ്റിനറി ഡോക്ടർമാർക്ക് മാത്രമാണ് ഇതിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം രജിസ്റ്റേർഡ് വെറ്റിനറി ഡോക്ടർമാർക്ക് എല്ലാ വെറ്റിനറി പ്രാക്ടീസും നടത്തുന്നതിനുള്ള അവകാശമുണ്ട്. ആനകള് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതുമല്ല. സാങ്കേതികമായിട്ട് ആനകൾ പൊതുസ്വത്താണെങ്കിലും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള. അപ്പൊ അത്തരത്തിലൊരു നിയമം എന്തുകൊണ്ടാണ് ഒന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം കേരളത്തിൽ ഇപ്പൊ നിലവിൽ സത്യത്തിൽ ആനകളുമായി പ്രവർത്തിച്ച് പരിചയമുള്ള ഡോക്ടർമാരുടെ ഭൂരിപക്ഷവും റിട്ടയർ ചെയ്ത് പുറത്താണ്, സർക്കാർ സർവീസിൽ നിന്ന് പുറത്താണ്. സർക്കാർ സർവീസിലുള്ളത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. അത് തന്നെ ട്രെയിനിങ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. കേരളത്തിന് പുറത്താണെങ്കിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരും തന്നെ സർക്കാരിന് പുറത്താണ്. NGOs ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്ത് ആനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഇതിലെ പല നിരീക്ഷണങ്ങളും എങ്ങനെ പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ ആശങ്കയുണ്ട്. നന്ദി. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഡോക്ടർ ഇ കെ ഈശ്വരൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ആന സ്ക്വാഡ് പ്രതിനിധി ശ്രീ സിനുഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സിനുഷ്, ഈ മാർഗരേഖകൾ അതിൽ നടപ്പാക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ മാർഗരേഖയെ? ഇത് ആനകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മതിയായ ഒന്നാണോ? ഒരിക്കലും അല്ലല്ലോ. ഇത്രയൊക്കെ സ്ഥലപരിമിതി നിശ്ചയിക്കലും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും ഇതേപോലെ ഇത്ര സ്ഥലമുള്ള അമ്പലങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ അവര് നിർദ്ദേശിക്കുന്ന മാർഗരേഖ നടപ്പാക്കി മുന്നോട്ട് പോകാനുള്ള ക്ഷേത്രോത്സവങ്ങൾ ഒരിക്കലും നടക്കില്ല. ഇത് എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളായിട്ട് വരുന്ന കുറെ തീരുമാനങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ആനകളുടെ എണ്ണം കുറച്ചാൽ ഈ വിഷയത്തിനൊരു പരിഹാരം ആകില്ലേ? അതൊരിക്കലും ഇല്ലല്ലോ. വളരെ ചുരുങ്ങിയ പൂരങ്ങളായിട്ട് നടക്കുന്ന അമ്പലങ്ങൾ ഒരുപാടുണ്ടല്ലോ. 1 ആനയായിട്ടും 3 ആനയായിട്ടും 5 ആനയായിട്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഈ 10 മീറ്റർ അകലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിൽക്കാനും ആനകൾ നിൽക്കാനുള്ള സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ പ്രായോഗികമായിട്ട് നടപ്പാവുന്ന കാര്യങ്ങളല്ലല്ലോ. ഇപ്പോ ഈ കൽപ്പാത്തി രഥോത്സവം തന്നെ നോക്കിയാൽ അറിയാലോ. ഇന്നിപ്പോ ആ കൽപ്പാത്തി രഥോത്സവത്തിന്റെ രഥം തള്ളുന്ന ആനയുണ്ടല്ലോ. ഇത്രയും ജനങ്ങളുടെ ഉള്ളിലല്ലേ, ഇത്രയും എന്താ പറയാ കാലങ്ങളായിട്ട് നടക്കുന്ന ആചാരമാണ്. ഒരു വിധത്തിൽ അപകടങ്ങളില്ലാതെ നടക്കുന്നില്ലേ. അപ്പൊ അതൊന്നും എന്താ പറയാ നടപ്പാക്കുന്ന കാര്യങ്ങളൊന്നല്ല ഇതിൽ നിർദ്ദേശിക്കുന്നത്. ഇതിലെന്താണ് ലക്ഷ്യം എന്ന് ഈ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ സിനുഷ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. സതീഷ് കുമാർ പൂരപ്രേമി, അദ്ദേഹം തുടരുന്നുണ്ട് നമുക്കൊപ്പം. അപ്പോൾ ശ്രീ സതീഷ് കുമാർ പറഞ്ഞു വരുന്നത്, പ്രൗഢഗംഭീരമായി ഈ എഴുന്നള്ളിപ്പുകൾ നടത്തുന്നതിൽ, ഉത്സവം നടത്തുന്നതിൽ ഈ മാർഗരേഖ ഇപ്പോൾ ഒരു തടസ്സമായി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങളിൽ ഒരു ഭേദഗതി വരുത്താനുള്ള നീക്കങ്ങൾ അതിന് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവാതെ ഈ ഉത്സവങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും അതും കൂടിയും പറയണ്ടേ. ഈ ഉത്സവങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പൊ ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ പ്രകാരം ഒരു ഉത്സവങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോ ഇപ്പൊ വൈക്കത്തഷ്ടമി വരികയാണ്, തൃപ്പൂണിത്തുറ ഉത്സവം വരികയാണ്. അങ്ങനെ പ്രമുഖമായ എത്ര ഉത്സവങ്ങൾ വരുന്നു. ഈ ഉത്സവങ്ങൾ എങ്ങനെ നടത്തണം? അപ്പൊ അതിന് മറുപടിയായിട്ട് പറയാണ്
ഈ പറഞ്ഞ രീതിയിൽ നടത്തണമെന്ന്. ഈ പറഞ്ഞ രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളതല്ലേ. അപ്പൊ അതൊന്നും വേണ്ട എന്നുള്ളതാണോ? ആലോചിച്ച് നോക്കൂ, ഇതിനൊരു സമയം തരണ്ടേ? ഈ എന്ത് കാര്യം ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴും അതിന്റെ നേരത്തെ ഡോക്ടർ ഈശ്വരൻ കൃത്യമായി എത്ര കാര്യം പറഞ്ഞു. വളരെ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തുണ്ടാക്കാൻ പ്രായോഗികമായിട്ട്. അപ്പൊ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടാവുകയല്ലേ ഈ ഇതുവഴി. ഏത് ഉത്സവം നമുക്ക് നടത്താൻ പറ്റും? ആ ഉത്സവങ്ങൾ നടന്നു പോകണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിയമങ്ങൾ നല്ലതാണ്, ഏത് നിയമവും നല്ലതാണ്, അതിനെ ബഹുമാനിക്കുന്നു, അതിനെ ഞങ്ങൾ ആദരിക്കുന്നു, അതിനെ ഞങ്ങൾ വളരെ ഭയഭക്തിയോടുകൂടി സ്നേഹിക്കുന്നു. പക്ഷേ ആ നിയമം ഒരു സംഗതി ഇല്ലാതെ ആക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ, നന്നായി നടപ്പിലാക്കലാണെങ്കിൽ ഏത് നിയമവും ഉണ്ടായിക്കോട്ടെ, പക്ഷെ പൂർണ്ണമായി ഇല്ലാതെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അപേക്ഷ നൽകി അവിടെ പരിശോധിച്ചിട്ട് ആ പരിമിതികളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ആണ് ആ ഉത്സവങ്ങൾ നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തണം, അതിനുശേഷമാണ് അനുമതി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ എത്ര ഉത്സവങ്ങൾക്ക് ഇനി അനുമതി കിട്ടും? എത്ര ഉത്സവങ്ങൾ നടക്കും? ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉത്സവങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അതും കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ശരി, വളരെ നന്ദി ശ്രീ സതീഷ് കുമാർ. വെങ്കിടാചലം നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ വെങ്കിടാചലം, ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. പല ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾ തന്നെ വേണ്ട എന്ന് വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. യെസ്, അദ്ദേഹത്തിന്റെ കോള് കട്ടായിരിക്കുകയാണ്. എന്തായാലും വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് അപ്രായോഗികമാണ് എന്നുള്ളതാണ് പൂരപ്രേമികളടക്കം ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അപ്പുറം ഒന്നും പറയാനില്ല എന്ന് രവി DC പറയുകയാണ്. ഇങ്ങനെ ഒരു പുസ്തകം പുറത്തു വരുന്നു എന്നതാണ് ആദ്യത്തെ പോസ്റ്റ്. രണ്ടാമത് പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്നതിനപ്പുറം അതിലൊരു വെളിപ്പെടുത്തലുമില്ല. രണ്ടാമത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇതിൻ്റെ ഈ പുസ്തക പ്രകാശനം നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞുള്ള രണ്ടാമത്തെ പോസ്റ്റ്. അതിനപ്പുറം അവർ സമൂഹ മാധ്യമം വഴി ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റ് കൂടുതൽ പേജുകൾ, വിവരങ്ങൾ പുറത്തു വന്നത് എങ്ങനെയെന്നതാണ് ചോദ്യം. അത് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയാണ്, എഴുതി തീർന്നിട്ടില്ല, പൂർത്തിയാക്കിയിട്ടില്ല എന്ന് EP ജയരാജൻ പറയുന്നു. ഇന്ന് ഒരാളെ ഇതിൻ്റെ മറ്റ് ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. DCയുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടെങ്കിൽ അത്. ഈ 3 പേർക്കിടയിൽ നിന്ന് ഇത്രയധികം വിവരങ്ങൾ പുറത്തു പോകണമെങ്കിൽ അത് മറ്റാര് ഗൂഢാലോചന നടത്തിയാലും, താങ്കൾ നേരത്തെ കോൺഗ്രസ്, BJP, മറ്റ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ആളുകളുടെ ഗൂഢാലോചനയെ പറ്റി പറഞ്ഞു. പക്ഷേ ആര് ഗൂഢാലോചന നടത്തിയാലും ഇവർ 3 പേരറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല എന്നതാണല്ലോ. അപ്പോൾ ഒന്നുകിൽ EP ജയരാജൻ അല്ലെങ്കിൽ EP ജയരാജൻ വിശ്വസിച്ച സഹായി, അതിൽ ഈ പറയുന്ന പാർട്ടിയിലെ മറ്റ് വിഭാഗീയത, EP ജയരാജനെതിരായി പ്രവർത്തിക്കുന്നവരുടെ പങ്ക്, അതൊക്കെ സംശയ നിഴലിലാവില്ലേ റെജി ലൂക്കോസ്? രേണുക, ഞാനൊരു തിരുത്തു പറയാം. ഞാനെന്റെ തുടക്കത്തിൽ കോൺഗ്രസ് എന്നുള്ള പേര് ഉപയോഗിച്ചത്, BJPയുടെയും കോൺഗ്രസിന്റെ ഒക്കെ പേര് ഉപയോഗിച്ചത് അത് EP ജയരാജൻ പാലക്കാട് പത്രസമ്മേളനത്തിൽ എന്നും പറഞ്ഞാൽ ഞാൻ കൂട്ടിയത്. അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പേര് എന്റേതായ ഒരു വാദഗതി ഞാൻ പറഞ്ഞു എന്ന് അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് എന്റെ അഭിപ്രായമായിട്ട് പറയണ്ട. കാരണം ഞാൻ ക്ലിയർ ആയിട്ട് കൃത്യമായ രീതിയിൽ തെളിവില്ലാതാണ് അങ്ങനെ ആരോപണം പറയുന്നത്. രാഷ്ട്രീയമാണെങ്കിലും ശരിയില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്നത് ഈ പറയുന്ന ദേശാമരുടെ പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത് അദ്ദേഹം DGP എടുക്കാൻ കൊടുത്തു, അദ്ദേഹത്തിൽ നിന്ന് ചോർന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചോർന്ന് കിട്ടുന്ന ഒരു സാധനം പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണോ ഈ പറയുന്ന DC ബുക്സ് എന്ന് പറയുന്നത്? DC ബുക്സിന്റെ ചരിത്രം ഒറ്റ സെന്റൻസ് ചെയ്യാൻ പറയാം. DC-ക്ക് എടുക്കാൻ മുറി, ബഹുമാനോടെ DC-ക്ക് എടുക്കാൻ മുറി അദ്ദേഹം NBC നിന്ന് പിരിഞ്ഞ് അദ്ദേഹം സ്വന്തമായിട്ട് പ്രസിദ്ധീകരണം തുടങ്ങിയതിനു ശേഷമാണ് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എഴുത്തുകാർക്ക്
ന്യായമായിട്ടുള്ള റോയൽറ്റി കിട്ടി തുടങ്ങിയത്, കൃത്യമായിട്ട് കൊടുത്തു തുടങ്ങി. എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് എഴുത്തുകാരിലേക്കാളും ഉയരത്തിലുള്ള ഒരു പ്രസാധന സ്ഥാപനമായിട്ട് അത് വളർത്തിയെടുത്തത് DC കിഴക്കമുറിയാണ്. അത് അതിനേക്കാളും കൂടുതലായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചൊരു വ്യക്തിയാണ് DC രവി എന്ന് പറയുന്ന വ്യക്തി. ഇപ്പൊ ഞാൻ പറയാം, DC കിഴക്കമുറിയെ സംബന്ധിച്ച് എനിക്ക് DC കിഴക്കമുറിയെ പേഴ്സണൽ അറിയാവുന്ന ഒരാളായിരുന്നു. ഡോക്ടർ സുകുമാര അഴീക്കോടിന്റെ 101 ഗ്രാമത്തിലെ പര്യടനത്തിൽ താങ്കൾ പറയുന്നത് ഈ പാരമ്പര്യമൊക്കെ ഉള്ളവർ ഈ നിലയിൽ യാതൊരു ഉറപ്പുമില്ലാതെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തെ കുറിച്ച് അവരുടെ സമൂഹ മാധ്യമം വഴി സംസാരിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. അല്ല, അതാണ് ആ പ്രസക്തമായ ചോദ്യത്തിനാണ് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ ലൈനിൽ പറഞ്ഞാൽ മതി, EP ജയരാജന്റെ സമ്മതത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയം ഇവിടെ ഉള്ളൂ. ഞാനും EP ജയരാജനെ വിമർശിച്ചേനെ. കാരണം എന്തുകൊണ്ടാ, EP ജയരാജന്റെ ഭാഗത്ത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാരുമല്ല, സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ അദ്ദേഹം കാണിച്ച ആ പത്രസമ്മേളനത്തിൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രി അതിനെ കണ്ടിച്ച് അതിനെ എതിർത്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി 40 മിനിറ്റിനുള്ളിൽ. അപ്പൊ ഈ വിഷയത്തിൽ എങ്ങനെയാണെന്ന് EP കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടറായിട്ടുള്ള സ്ഥാപനം പറയണം ഇത്രയ്ക്കധികം. അതുകൊണ്ടല്ലേ ശ്രീ റെജി ലൂക്കോസ്, EP ആരെങ്കിലും ചതിച്ചതാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ള EP ആരെങ്കിലും ചതിച്ചതാണോ എന്നൊരു സംശയം ഉയരുന്നത് അതുകൊണ്ടല്ലേ? അല്ലല്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെ ചതിയിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്ന ഗതികേട് DC ബുക്സിനുണ്ടോ? അപ്പൊ DC ബുക്സിനെ സംബന്ധിച്ചോളം DC ബുക്സിന്റെ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ട് അവര് എന്താ പറയാ ഇത് ചെയ്തതാണോ? ഈ രണ്ട് കാര്യങ്ങളുടെ പ്രസക്തമല്ലേ? അവിടാണ് ഈ സംശയിക്കുന്നത്. ഇവർ എന്തുകൊണ്ടത് നിഷേധിക്കുന്നില്ല? ഈ പറയുന്ന EP ജയരാജൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണ് ചെയ്തത് എന്നൊരു വാക്യം പറയാൻ ഇവർ എന്തിനാ മടിക്കുന്നത്? ഇന്നിപ്പോ മലയാളി സമൂഹത്തിന് മുമ്പിൽ ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കല്ലേ അവര്? അത് ക്ലിയർ ചെയ്യേണ്ട അവരല്ലേ? ഇപ്പൊ രവി DC വളരെ റെപ്യൂട്ടഡ് ആളാ. അദ്ദേഹം ശാന്തിയിൽ വെച്ച് പറഞ്ഞെന്താ ഇപ്പൊ അവർ ആ ഒരു വരിയിൽ ഈ പൊതുപ്രവർത്തകരെ ബഹുമാനിക്കുന്നു, രാഷ്ട്രീയക്കാരെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിൽ ഉണ്ട്. അതെന്തുകൊണ്ടാണ് അവർ അവരുടെ കാര്യം തുറന്നു പറയാത്തത് എന്ന കാര്യം അതിലുണ്ട്. അവരൊരു ഒരാളെ പിണക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ പിണക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിനെ പിണക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മൗനമായിരിക്കാം ഒരു പക്ഷേ ഇത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഒറ്റ ഉത്തരവാദി മാത്രമാണ് ഇതിന് പിന്നിലെങ്കിൽ ആ പരാതിയിൽ അവരെക്കുറിച്ചല്ലേ പരാതി പറയേണ്ടത്? ആ പരാതിയിൽ ഏറ്റവും സ്പെസിഫിക് ആയി പറയേണ്ടത് DC ബുക്സിനെ കുറിച്ചായിരുന്നില്ലേ? പക്ഷെ അങ്ങനെ ഒരു കേസെടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പരാതിയാണ് EP ജയരാജൻ കൊടുത്തിരിക്കുന്നത്. EP ജയരാജൻ ഓൾറെഡി വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അത് പബ്ലിഷ് ചെയ്ത ചാനലുകൾക്കെതിരെ അദ്ദേഹം DGPക്ക് മാനനഷ്ട കേസല്ല, വക്കീൽ നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. ക്ഷമ പറഞ്ഞാൽ തീരുന്ന കേസാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സുകൊണ്ട് അദ്ദേഹം അങ്ങനെ കൊടുത്തതായിരിക്കാം. സ്വാഭാവികമായിട്ട് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഉത്തമമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ പൗരബോധമൊന്നും അല്ല, അദ്ദേഹത്തിന്റെ ഉന്നത മനസ്സെന്നൊക്കെ ഒരിക്കും. ഇവിടെ അതല്ലല്ലോ വിഷയം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്, ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഞാനത് മുഴുവൻ വായിച്ച PDF അത് കിട്ടുന്നുണ്ട്, എല്ലാവരും മിക്കവരുടെയും കയ്യിലുണ്ട്. 181 പേജുള്ളത് പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാണ് PDF റിലീസ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് മാധ്യമങ്ങൾ കൊടുത്തത്? അത് വിഷ്വൽ മീഡിയ കൊടുത്തതിനാ. അപ്പൊ അങ്ങനെ PDF പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം ആരെങ്കിലും വായിക്കൂ? ഇല്ല, അത് താങ്കൾ ആദ്യം പറഞ്ഞതാണല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഇപ്പോൾ EP പറഞ്ഞത് താങ്കൾ വിശ്വസിക്കുന്നു. താങ്കൾ വിശ്വസിക്കുന്നത് പോലെ പാർട്ടി അത് വിശ്വസിക്കുമെന്നാണോ കരുതുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ എഴുത്തിന് സഹായിക്കാനുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകനോട് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. നാളെ സെക്രട്ടേറിയറ്റ് ചേരാൻ പോവുകയാണ്. സ്വാഭാവികമായും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം EPയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ബോംബ് അത് പാർട്ടി ചർച്ച ചെയ്യില്ലേ? EP ജയരാജനെ പൂർണ്ണമായും വിശ്വസിച്ച് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പാർട്ടി വിശദീകരണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിക്ലറേഷൻ വരണം, അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരണം. അത് വരാത്തോളം കാലം EP ജയരാജനെ വിശ്വസിക്കാനാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടതല്ല. ഇവിടെ ഇപ്പൊ ഈ എന്നോട് ചർച്ച നിൽക്കുന്ന 2 പേർക്ക് പറയാം ഇതിന്റെ വസ്തുത എന്താണെന്നുണ്ടല്ലോ. അതായത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന്റെ റിയാലിറ്റി എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാം, ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്, അത് DC കവറിലൊന്നും അല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോപ്പിറൈറ്റ് ഉള്ള സ്ട്രിക്റ്റ് ആയ ഒരു സമയത്ത് അതിന്റെ അതുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ ആർക്കും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ എങ്ങനെയാണ് ഇത് പിന്നെ പുറത്തുവിട്ടിരിക്കുന്നതിന്റെ PDF കോപ്പി മുഴുവൻ? സണ്ണിക്കുട്ടി അബ്രഹാം, എന്തുകൊണ്ടായിരിക്കും ഈ 2ാം ദിവസവും ഇങ്ങനെ ഒരു കൃത്യത ഈ വിഷയത്തിൽ വരുത്താൻ DC ബുക്സ് തയ്യാറാകാതെ പോകുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ഈ ഒരു പ്രതികരണമായിരുന്നില്ല ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. വ്യക്തമായി അവർ കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു, പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ടാകും?
ഇവിടെ ഇപ്പോൾ ഇ പി ജയരാജൻ പറയുന്നത് വിശ്വസിക്കുകയാണ് ഇന്നലെ മുതൽ പാർട്ടി നേതാക്കൾ ചെയ്തിരിക്കുന്നത്. അത് അതേപടി തുടരും എന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? ഇ പി ജയരാജൻ, എഴുതാൻ സഹായിയായിരുന്ന വ്യക്തി DC, ഇവർ 3 പേരും തമ്മിൽ അറിയുന്ന വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ, ഇത്രയധികം വിവരങ്ങൾ, ഒരു ഭാഗമോ ഒരു പേജോ പോലുമല്ല, 181 പേജ് എന്ന് പറയുന്ന ഇത്രയും പേജുകൾ പുറത്തു പോകണമെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഗൂഢാലോചനയായിരിക്കും? രേണു ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. അതായത് ഈ ഇ പി ജയരാജനിൽ വിശ്വാസം അർപ്പിക്കുന്ന പാർട്ടിയുടെ നടപടി എത്ര കാലം ഉണ്ടാവും? അത് 20-ാം തീയതി വരെ ഉണ്ടാകത്തുള്ളൂ. 20-ാം തീയതിയിൽ വോട്ടിംഗ് കഴിഞ്ഞാൽ പാർട്ടി ഇ പി ജയരാജനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ അന്നേരം കണ്ട് മനസ്സിലാക്കണം. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പ്രശ്നത്തിൽ 2 പ്രധാനപ്പെട്ട വശങ്ങളാണുള്ളത്. ഒന്ന്, ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ്, ആ കണ്ടന്റിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം, അതാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അതിപ്പം 151 പേജ് വന്നോ 160 പേജ് വന്നോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ഇ പി ജയരാജൻ്റേത് തന്നെയാണ്. ഇ പി ജയരാജൻ ഇന്നത്തെ അഭിമുഖ സംഭാഷണം കണ്ടു, അതിന് പുറമെ പത്രസമ്മേളനം കണ്ടു. ഇതിലെല്ലാം തെളിയുന്നത് ഈ കണ്ടന്റ് അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഗവൺമെന്റിനെ പറ്റി പറയുന്നു, പിണറായിയിലെ സർക്കാരിനെ പറ്റി പറയുന്നു, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്, നന്നായിട്ടല്ല വളരെ പൊതിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സരിൻ എന്ന് പറയുന്ന പുതിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വയ്യാവേലി ആ പ്രയോഗങ്ങൾ നടക്കുന്നു. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും അവസാനം നടന്ന നീലേശ്വരം വെടിവെപ്പ് വരെ അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് അത് റിട്ടൺ ബൈ ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ കൈകൊണ്ട് എഴുതിയെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സഹായിക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം അത് എഴുതി, ഇ പി ജയരാജൻ വായിച്ച് അതിൻ്റെ DTP എടുത്ത കോപ്പിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടന്റാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇന്ന് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ, അത് LDFന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ മുതലായ ചർച്ചകൾ വരുന്നത്. അതുകൊണ്ടാണ് രായ്ക്ക് രാമാനം ഇ പി ജയരാജനെ കണ്ണൂരിൽ നിന്ന് പാലക്കാട് എത്തിച്ച് സരിൻ മഹാനാണ്, സരിൻ മാതൃകാ പുരുഷനാണ്, സരിൻ വലിയ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ്, സരിനെ കിട്ടിയത് പാലക്കാടിന്റെ ഭാഗ്യമാണ്, സരിൻ പാലക്കാടിന്റെ ഭാഗ്യം അല്ലെങ്കിൽ എന്നൊക്കെ പറയിക്കുന്നത് ആ പുസ്തകത്തിന്റെ ആ പൊന്നാണ്. ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിൽ വന്നിരിക്കുന്ന ആ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്, പൊളിറ്റിക്കൽ കണ്ടന്റിന്റെ പ്രാധാന്യം. രണ്ടാമത്തെ കാര്യമാണ് അതിലെ ഗൂഢാലോചന എന്ന് പറയുന്നത്. അതിനകത്ത് ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വഞ്ചന, നമ്മുടെ ഇ പി ജയരാജനെ ആരെങ്കിലും വഞ്ചിച്ചോ, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഈ രേണുക വളരെ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ അദ്ദേഹം SP-ക്ക് അല്ല DGP കൊടുത്ത പരാതിയിൽ ആരെക്കുറിച്ചാണ് പരാതി പറഞ്ഞിരിക്കുന്നത്? ആരെക്കുറിച്ചാണ്? ഗൂഢാലോചനയെക്കുറിച്ചാണ്. അല്ലാതെ ഇത് DC ബുക്സ് ആണല്ലോ പ്രസിദ്ധീകരിക്കാൻ ഇരുന്നതും, ഇത് DC ബുക്സിൻ്റെ പുസ്തകമായിട്ടാണല്ലോ ഇത് പുറത്തു വരേണ്ടിയിരുന്നത്. DC ബുക്സിനെ കുറിച്ച് അവരൊരു പരാതിയും പറയുന്നില്ല. ആ പരാതിയിൽ ഒരു DC ബുക്സ് ഇല്ല. ഇത് ഗൂഢാലോചന മുതലായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഗൂഢാലോചനയാണല്ലോ എന്നോട് രേണുക ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം. ഈ ഗൂഢാലോചന ആർക്കാ ചെയ്യാവുന്നത്? ഇത് ഇ പി ജയരാജന് വേണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ കൊടുക്കാം, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇ പി ജയരാജൻ അത് ഈ 151 പേജ് ആസ് എ ഹോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവണമെന്ന് പോലുമില്ല. അദ്ദേഹം എഴുതുന്നു അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, അത് വീണ്ടും വായിക്കുന്നു, അത് DTP എടുക്കുന്നു. അത് സാധാരണഗതിയിൽ ഈ ഇടയ്ക്ക് നിന്ന അദ്ദേഹത്തെ സഹായിക്കാൻ നിന്ന ആളായിരിക്കണം അത് DC-യിലെ എഡിറ്റോറിയൽ വിഭാഗവുമായിട്ട്. അത് ഞാൻ പറഞ്ഞ രവി DC അല്ല, അവർക്കൊരു എഡിറ്റോറിയൽ വിഭാഗമുണ്ട്, അവർക്കൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഈ പുസ്തകങ്ങൾ എടുക്കുന്നത്. ഇതിനൊന്നും സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ഉണ്ടായി ഇതുപോലൊരു ചൂടപ്പം പോലെ വിൽക്കാവുന്ന സാധനം കിട്ടിയ ആ നിമിഷം DC അത് ചെയ്യും. പക്ഷേ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ 80 പേജ് മാത്രം കിട്ടിയതുകൊണ്ടാണ് അത് കൂടുതൽ സംസാരിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്ന് ഇപ്പോൾ 150 200 മറ്റോ പേജുള്ള ഒരു പുസ്തകമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഇ പി ഞാൻ ഒഴിവാക്കുക. ഇ പിയുടെ കയ്യിൽ നിന്ന് ഈ കോപ്പി പത്രങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നീട് ആരാണ്? DC കൊടുക്കുമോ? DC പറഞ്ഞ പോലെ ഈ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 150 പേജേ ഉള്ളെങ്കിൽ അത് മുഴുവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ പിന്നെ ഇതാരാ വായിക്കുക? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ DC ആയിരിക്കണമെന്നില്ല. പിന്നീട് ഈ ഇടയ്ക്ക് നിന്ന ആളാണോ അദ്ദേഹം? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നല്ല പാർട്ടി കൂറുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ്. പിന്നെ ആരാണ്?
പിന്നെ ആരാണ് ഇതാർക്ക് ഇതിൻ്റെ ഈ കോപ്പിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടന്റിൻ്റെ ആക്സസ് വേറെ ആർക്കാണുള്ളത്? അതിനകത്ത് ഗൂഢാലോചനയുണ്ടോ, നടന്നിട്ടുണ്ടോ? അത് അന്വേഷിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു ക്രൈം നടന്നോ അതിനെക്കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വശം. പിന്നെ രേണു ചോദിച്ചു DC-ക്ക് ഒരു വാക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ, എന്തുകൊണ്ട് പറയുന്നില്ല, 2-3 വരിയിൽ ഒതുക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ മുതൽ നമ്മുടെ EP എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് അറിയില്ല, ഇങ്ങനൊരു പുസ്തകം ഞാൻ എഴുതുന്നില്ല, അത് പൂർത്തിയായിട്ടില്ല, അത് ഞാൻ DC-ക്ക് കൊടുത്തിട്ടില്ല, DC-യുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഇതിൻ്റെ കവർ എന്നെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം 101% തള്ളിപ്പറയുകയാണ്, ഈ വാർത്തയെ നിഷേധിക്കുക ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് DC പറയുകയാണ് ഇത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗണപതിയുമായിട്ട് വന്നതാണ്, ഞങ്ങൾ 1.5 കൊല്ലമായിട്ട് ചർച്ച ചെയ്യുകയാണ്, ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ധാരണയുണ്ട്, അല്ലെങ്കിൽ കരാറുണ്ടെങ്കിൽ കരാറുണ്ട് എന്ന് പറഞ്ഞാൽ EP-യുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് അവരിന്ന് പറഞ്ഞിരിക്കുന്നത് പൊതുപ്രവർത്തകരെ മാനിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മറ്റ് അത്തരത്തിലുള്ള താല്പര്യങ്ങളോ ഇല്ല എന്ന് പറയുന്നത്. അവരത് വെയിറ്റ് ചെയ്യുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും. ഈ പുസ്തകം അവർക്ക് ഇറക്കിയേ പറ്റൂ. ശരി, പലതും പറഞ്ഞ് തിരിച്ചെടുത്തിട്ടുള്ള ആളാണ് EP ജയരാജൻ എന്ന ഒരു കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തും പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ തിരുത്തി പറയാൻ പറ്റുന്ന വ്യക്തിയാണ് എന്നതാണ് സൂചിപ്പിച്ചത്. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഇപ്പോൾ EP ഈ ആത്മകഥയിൽ പറയുന്നു, പുറത്തു വന്ന ഭാഗത്തിൽ പറയുന്നു താൻ വേട്ടയാടപ്പെട്ടയാളാണ് എന്ന തരത്തിലുള്ള ധ്വനികൾ അദ്ദേഹം നൽകുന്നുണ്ട്. തന്റെ മന്ത്രിസ്ഥാനം കളയാൻ ആ നിലയിൽ ഇടപെടലുണ്ടായിരുന്നു, മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനമെടുത്തവരുണ്ടായിരുന്നു എന്ന് ഒക്കെയുള്ള ധ്വനികൾ, സൂചനകൾ അദ്ദേഹം ഈ ആത്മകഥയിൽ തന്നെ നൽകുന്നുണ്ട്. 75 വയസ്സിലേക്ക് അടുക്കുകയാണ് EP. അപ്പോൾ EP-ക്കെതിരെ ഇനി എത്ര നാൾ പാർട്ടിയിൽ എന്നത് EP-ക്ക് തന്നെ ചോദ്യമാണ്. ഒരുവിധം പാർട്ടിയുമായി ഒത്തുപോകും എന്ന് കണ്ട കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പോൾ ഇടുത്തി പോലെ ഈ ഒരു വിവാദവും ഉണ്ടായിരിക്കുന്നത്. EP ഇനി പാർട്ടിയിൽ എത്ര നാൾ ഉണ്ടാകും, എത്ര നാൾ ഒരുമിച്ച് പോകും? പിണറായിക്കും MV ഗോവിന്ദനുമെതിരെയാണ് ഈ പുറത്തു വന്ന ഭാഗങ്ങളിൽ EP-ക്ക് പറയാനുണ്ടായിരുന്നത്. അല്ല, അങ്ങനെ ഒരു പ്രവചനം നടത്തുക എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പല ഘട്ടങ്ങളിലുമൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ എങ്ങനെയാണ് EP പാർട്ടിയുമായിട്ട് ഇടർച്ചയോടെയും അതേപോലെ തന്നെ തുടർച്ചയോടുകൂടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം. ഈ കാര്യത്തിലൊക്കെ അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള സമവായങ്ങള്, ചർച്ചകള് ഒക്കെ നടന്നേക്കാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പുസ്തകം എന്ന് പറയുന്നത് പുസ്തകം ഇങ്ങനെ ചോർത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് EP ഒരു എഴുത്തുകാരനല്ല. EP ഇത് പറഞ്ഞു കൊടുക്കുന്നു, ഒരാൾ കേട്ടെഴുതുന്നു, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ദേശാഭിമാനിയിലെ തന്നെ ഒരു ലേഖകൻ, അദ്ദേഹം അത് എഴുതിയെടുത്ത് അതിനുശേഷം അത് DTP ചെയ്യുന്നു. DTP ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ടാവും, അവിടെ വെച്ച് ഇതൊക്കെ പുസ്തകമായി ചിലപ്പോൾ 150 പേജ് പുസ്തകത്തിനകത്ത് ഉണ്ടാവുള്ളതായിരിക്കും. അത് പക്ഷേ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, പുറത്തുവിടാം. ആർക്ക് വേണമെങ്കിലും പുറത്തുവിടാവുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ DTP ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തുവിടാം, അതല്ലെങ്കിൽ ഇത് പാർട്ടി എഴുതിയിരിക്കുന്നതായിട്ടുള്ള ദേശാഭിമാനി ലേഖകന് പുറത്തുവിടാം, അതല്ലെങ്കിൽ EP-യുടെ ബന്ധപ്പെട്ട ആർക്കെങ്കിലും, അല്ലെങ്കിൽ EP-യുടെ ശത്രുക്കൾക്ക് ആർക്കും ഇതൊക്കെ ചെയ്യാം. ഈ DC പോലും ഒന്നും അറിയണമെന്നില്ല, കാരണം നമ്മളാണ് DTP ചെയ്യുന്ന ഈ കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ DC ഏൽപ്പിക്കുന്നത്. അതിനുശേഷമാണ് അവരതിൽ പരിശോധന നടത്തുകയും അതിന്റെ പ്രൂഫും ഒക്കെ ചെയ്ത് അത് അവരുടെ ഒരു ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ അതിനകത്ത്. ആ സാധ്യതകളെല്ലാം ഉപയോഗിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിലും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള വിഭാഗീയതയുടെ അടിസ്ഥാനത്തിലും ഒക്കെ ആകാം. അതെല്ലാം കുറെ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് എന്നുള്ളത്. ഈ സാധ്യതകളെയൊക്കെ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അതിനകത്ത് ഉള്ള പൊളിറ്റിക്കൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്നതാണ് എങ്കിൽ EP വളരെ കർശനമായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വത്തെ, സർക്കാരിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ചോദ്യം ചെയ്യൽ എപ്രകാരം എന്ന് പരിശോധിച്ചാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് പല ആളുകൾക്കും തോന്നുകയുള്ളൂ. കാരണം എന്താണ്, ആ രീതിയിലാണ് നിലവിലുള്ള കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. EP-ക്ക് വേണമെങ്കിൽ അതൊക്കെ തോന്നാം, EP അത് വേണമെങ്കിൽ എഴുതാം. അത് എഴുതി കഴിഞ്ഞാലും അത് അത്ര വലിയ മാരകമായ കാര്യമായിട്ട് പൊതുസമൂഹം ഇന്ന് കണക്കാക്കാത്ത സാഹചര്യം യഥാർത്ഥത്തിൽ നിലവിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളതാണ്.
ഇപ്പൊ പൊളിറ്റിക്കൽ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ ഒരു സാധ്യത, അതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതിങ്ങനെ ചോർന്നു വന്നിരിക്കുന്ന ഒരു സാധനത്തെ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ചർച്ച ചെയ്യാനായിട്ട് കഴിയില്ല. അത് യഥാർത്ഥത്തിൽ EP എന്താണ് തന്റേതാണ് എന്ന് സമ്മതിക്കുന്ന ഒരു പുസ്തകമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കാര്യത്തിൽ ചർച്ച നടത്താനായിട്ട് കഴിയും. മറ്റതെല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കും വേണമെങ്കിൽ DTP എടുത്തിട്ട് ഇതുമായിട്ട് എന്താണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാവുന്നതായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആ സാധ്യതകൾ നമുക്ക് തള്ളാവുന്നതല്ല എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് വിഭാഗീയത നിൽക്കുന്നു എന്നുള്ളതാണ് വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ശരി. പക്ഷേ നമ്മൾ കണ്ടതാണ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് VS രമയെ കാണാൻ പോയത്. പക്ഷേ അതൊരു ആശയ സമരത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ EP തുടരെ പാർട്ടിയെയും നേതാക്കളെയും ഒക്കെ വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയാണ്. അത് ഒരു തരത്തിലും ആശയ സമരത്തിന്റെ ഭാഗമെന്ന് നമുക്ക് പറയാനും കഴിയാത്ത അവസ്ഥയാണ്. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിക്ക് ഇത് ക്ഷമിച്ച് പുറത്ത് EP വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? EP കുറ്റവാളിയാണെന്ന് കണ്ടെങ്കിൽ മാത്രമല്ല ക്ഷമിക്കേണ്ട വിഷയം അവിടെ അന്വേഷിക്കണ്ടേ? അപ്പോ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. ഇന്നലെ ഇത് ആദ്യം പുറത്തു വിട്ട വിഷ്വൽ മീഡിയ അവര് പറഞ്ഞത് DC-യുടെ ബുക്സിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. അത് സ്ഥിരീകരിച്ചുകൊണ്ട് DC ബുക്സ് ഇന്നലെ പിന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ PDF ഫോം എന്ന് പറയുന്നത് കിട്ടിയത് DC ബുക്സിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ചാനലിനെ കുറിച്ച് പഴി പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് കിട്ടിയ എന്താണ് സംഭവം അന്വേഷിക്കണ്ടേ? പാർട്ടി കേട്ടില്ല. പാർട്ടി അന്വേഷിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? എന്താണ് യാഥാർത്ഥ്യം എന്ന് പുറത്തു വരണ്ടേ? അല്ല, പാർട്ടിയുടെ അന്വേഷണത്തിന്റെ അത് പ്രസക്തിയില്ല. കാരണം താൻ അറിയാതെ താൻ എഴുതാത്ത ഒരു പിന്നെ ആത്മകഥ മറ്റൊരു സാധനം പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞാൽ അത് പാർട്ടിയായിട്ട് ബന്ധമില്ലല്ലോ, അത് നിയമപരമായിട്ടുള്ള ബന്ധമല്ലേ. അത് നിയമപരമായിട്ട് അന്വേഷിക്കേണ്ടത്. അതായത് മൂവ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യത്തോടെ വ്യക്തമാണ്, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ 100% ഒന്നും ഈ DC ബുക്സിനെ പഴിച്ച് അതിശയിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം അക്ഷരത്തെ സ്നേഹിക്കുന്നവർ അവരെ പഴി പറയല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർ ആ PDF പുറത്തുവിട്ടത് എന്നുള്ള ചോദ്യമുണ്ട്. ശരി, അവരാണോ പുറത്തുവിട്ടതെന്ന് ഉറപ്പില്ലല്ലോ. ഇനി താങ്കൾ അത് 2 തവണയും സൂചിപ്പിച്ചതാണ്. എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പാർട്ടി അന്വേഷിക്കുമോ അതോ പൂർണ്ണമായും EP-യെ പാർട്ടി വിശ്വസിക്കുമോ? EP-യുടെ പരാതിയിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ NM പിയേഴ്സൺ. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം. ആത്മകഥാ വിവാദത്തിൽ അതിശക്തമായ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു വാർത്ത വന്നത് ആസൂത്രിതമാണ്. ഒരാൾക്കും കരാർ കൊടുക്കുകയോ കൂലിക്ക് എഴുതിക്കുകയോ ചെയ്തിട്ടില്ല. പുറത്തുപോയതിനു പിന്നിൽ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് സംശയിക്കുന്നതായും EP പറയുന്നു. എഴുതാൻ കൊടുത്തയാളോട് ഏതെങ്കിലും തരത്തിൽ ഉള്ളടക്കം ചോർന്നോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും EP പറയുന്നുണ്ട്. പാർട്ടി നിർദ്ദേശപ്രകാരം പാലക്കാട്ടെത്തിയ EP LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയെന്നും ഊതിക്കാച്ചിയ പൊന്നെന്നും വിശേഷിപ്പിച്ചു. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആത്മകഥാ വിവാദത്തിൽ EP പറഞ്ഞതാണോ സത്യം? പാർട്ടി EP-യെ വിശ്വസിച്ചു. ചർച്ചയിൽ നമുക്കൊപ്പം ശ്രീ NM പിയേഴ്സൺ, ഇടത് നിരീക്ഷകൻ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, മാധ്യമപ്രവർത്തകൻ, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒരു ആത്മകഥാ വിവാദമാണ് 2 ദിവസമായി നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ദിവസം EP ജയരാജൻ വാർത്തയാകുന്നു. അത് ആ ദിവസം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നും ആ വിവാദം കത്തുകയാണ്. EP ജയരാജൻ ഇന്നലെയും ഇന്നുമായി കാര്യങ്ങൾ വിശദീകരിച്ചു. താങ്കളും ഒരു ആത്മകഥ പ്രസാധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. വിശ്വസനീയമാണോ EP-യുടെ ന്യായങ്ങൾ? ശ്രീ, ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട്. താങ്കൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് EP ജയരാജൻ. ഗൂഢാലോചനയാണ് എന്നത് ആവർത്തിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഉള്ളടക്കം ചോർന്നിട്ടുണ്ടോ എന്ന് എഴുതാൻ കൊടുത്തയാളോട് പരിശോധിക്കും എന്നുവരെ എത്തുന്നു EP ജയരാജന്റെ വാദം. ഇന്നലത്തേതിൽ നിന്ന് മാറ്റമുണ്ട് ഇന്ന് അദ്ദേഹം സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ.
EP പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തന്റെ ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുന്നു എന്ന വളരെ നിസ്സഹായ അവസ്ഥയിലാണ് EP ഇന്നലെ സംസാരിച്ചത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ചോർന്നു പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് പറയുന്നു. മാത്രവുമല്ല, അതിൽ ചില ഉള്ളടക്കങ്ങൾ തൻ്റേതാണ് എന്ന തരത്തിൽ കൂടി അദ്ദേഹം അഭിപ്രായവും നിലപാടും മാറ്റുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഉള്ളടക്കം അദ്ദേഹത്തിന്റെ ആണെന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. EP പറയുന്ന അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, EP ജയരാജൻ പറയുന്ന അദ്ദേഹം എഴുതി പൂർത്തീകരിക്കാത്ത ഒരു ജീവചരിത്രമാണ് DC ബുക്സ് ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത്. DC ബുക്സിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊന്നും നിഷേധിച്ചുകൊണ്ട് അവരിതുവരെ രംഗത്ത് വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട DC രവി ഇന്ന് ഷാർജയിൽ നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെന്താ, ഞങ്ങള് പൊതുപ്രവർത്തകരെ ബഹുമാനിക്കുന്നു, ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഇട്ടതിലപ്പുറം ഒരു വിശദീകരണം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്നും മറുപടി പറയാതെ കൊണ്ട് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരു DC ബുക്സിനെ പോലെ ഒരു റെപ്യൂട്ടർ ആയിട്ടുള്ള പാരമ്പര്യമുള്ള നിരവധി അനേകം എഴുത്തുകാരുണ്ട്. അത് ഏറ്റവും റെപ്യൂട്ടർ ആയിട്ടുള്ള എഴുത്തുകാർക്ക് നല്ലൊരു സ്പേസ് കൊടുത്ത ഒരു പ്രസിദ്ധീകരണശാല എവിടുന്നെങ്കിലും ചോർന്ന് കിട്ടിയത് പ്രസിദ്ധീകരിക്കാൻ മാത്രം തരം താഴ്ന്ന ഒരു സ്ഥാപനമാണ്. അത് തെറ്റല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കട്ടെ? അവരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്ന ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരെ വിശദീകരിക്കണം. EP ജയരാജന്റെ അനുമതിയിലൂടെയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്, അദ്ദേഹത്തുമായിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അവർ ഇന്നലെ പറഞ്ഞത് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്നതാണ്. അതിനു മുൻപ് വന്ന പോസ്റ്റും നമുക്കറിയാം. ചില അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ഉടൻ വരുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങൾ ഇതിന്റെ ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പറയുന്നില്ല, അത് രാഷ്ട്രീയ പ്രവർത്തകരെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എന്ന്. ഇത്രയ്ക്കും വലിയൊരു ഡാമേജ് ഉണ്ടായ ഒരു പ്രസിദ്ധീകരണത്തിന് എന്തുകൊണ്ട് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവർക്ക് തെളിവ് സഹിതം പുറത്തുവിട്ടുകൂടാ? സ്വാഭാവികമല്ലേ? കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ DC ബുക്സിന്റെ നിലപാടിനെ? അത് വളരെ വ്യക്തമല്ല. രണ്ടാമത്തെ കാര്യം വെച്ചാല് പ്രിന്റിംഗ് പ്രശ്നത്തിന്റെ പേരിൽ അത് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനത്തോടെ തെറ്റല്ലേ? അവരുടെ കേരളത്തിൽ ഉടനീളമുള്ള ശാഖകളിൽ ഇന്നലെ 10:00 ആ പുസ്തകം ലഭ്യമാവുന്ന അനൗൺസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രിന്റിങ്ങിന്റെ മിസ്റ്റേക്ക് വരുന്നത്? അത് പ്രിന്റിംഗ് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് തീർത്തായിരിക്കണം? അല്ലെങ്കിൽ ഈ ബൈൻഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രൂഫ് നോക്കി പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനം ഒരു ബുക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പ്രിന്റിംഗ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നതല്ലല്ലോ. ഓൺലൈനിൽ അവർ പ്രസിദ്ധീകരിച്ച് വേറെ വസ്തുത. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. DC ബുക്സിന്റെ ഭാഗത്തുനിന്ന് അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയിരിക്കുന്നു. തന്നെയല്ല, EP ജയരാജൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ വളരെ കൃത്യമല്ല. അദ്ദേഹം പറഞ്ഞത് താൻ എഴുതി പൂർത്തീകരിച്ചിട്ടില്ല, താൻ 150 പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ള പേജുകൾ ഇപ്പം എഴുതാൻ പോകുന്നേ ഉള്ളൂ. താനത് പ്രൂഫ് നോക്കാനുള്ള ഒരാളെ കൊടുത്തത് മാത്രമേ ഉള്ളൂ. കൂടാതെ കൊണ്ട് അതിന് ടൈറ്റിൽ ഇട്ടിട്ടില്ല. തന്നെ സർക്കാസ്റ്റിക് ആയിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റില് താൻ ഇടുവോ? ആ ബുക്കിന്റെ റിവ്യൂ എഴുതിയിട്ടില്ല. ഏറ്റവും ഉപരിയായിട്ടുള്ള പ്രശ്നം അതൊന്നുമല്ല. അതായത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ പോലെ ഒരാൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ആത്മഹത്യയല്ല, എന്താണെങ്കിലും അത് പാർട്ടിയുടെ അനുമതിയോട് മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. അത് പാർട്ടി അച്ചടക്കമാണത്. ഈ P ജയരാജൻ എന്ന് പറയുന്ന സഖാവിന്റെ ഒരു പുസ്തകം കേവലം ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്തു, മുഖ്യമന്ത്രി ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അത് പാർട്ടിക്ക് സമർപ്പിച്ചു. പിന്നെ ബഹുമാനപ്പെട്ട പുത്തലത്ത് ദിനേശനാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിനെ കൊടുത്തെന്ന് തോന്നുന്നത്. അത് സബ്ജക്ട് കറക്റ്റ്. അത് പാർട്ടി പരിശോധിച്ച് കുറച്ച് ഭേദഗതികൾ വരുത്തി കറക്ഷൻ കൊടുത്തു. അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി വന്ന് അത് പ്രകാശനം ചെയ്തത്. അത് അങ്ങനെയാണ്, അതിന് ചട്ടക്കൂടതാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലും കൊടുക്കാതെ കണ്ട് അതിനു മുമ്പ് എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത്? തന്നെ ഒരു ഡേറ്റും ടൈമും അനൗൺസ് ചെയ്തിരിക്കുന്നു. കൂടാതെ കൊണ്ടതിന് അവർ ചെയ്ത ഏറ്റവും വലിയ മറ്റൊരു തെറ്റെന്താ? അവർ അന്ന് തലേദിവസത്തിന്റെ ആദ്യത്തിൽ ഒരു ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസത്തിന്റെ അവർ 6:45 കേരളത്തിലെ ഒരു വിഷ്വൽ മീഡിയ ഇത് പബ്ലിഷ് ചെയ്യുവാണ്, ഇത് ടെലികാസ്റ്റ് ചെയ്യുവാണ്. അതിന്റെ PDF രൂപം, അതായത് 181 വരുന്ന PDF രൂപം. അത്രയും വരുന്ന PDF പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം അതെല്ലാവരും വായിച്ചൊരു പുസ്തകം അതിന്റെ PDF വായിച്ച ഒരാള് പിന്നെ പുസ്തകം വായിക്കൂ. അപ്പൊ തന്നെ അതിനകത്ത് അർത്ഥം എന്താ? തീർച്ചയായും ഈ ന്യായങ്ങളൊക്കെയാണല്ലോ EP ജയരാജൻ ഇന്നലെ മുതൽ പറയുന്നത്. പക്ഷേ അദ്ദേഹം കടന്നുപോയ വഴികൾ കൃത്യമായി അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ആ പുസ്തകം അദ്ദേഹത്തിന്റെ സ്വകാര്യ ശേഖരത്തിലുള്ള ഫോട്ടോകൾ സഹിതം എങ്ങനെ DC ബുക്സിന് ലഭിക്കുന്നു, അവർ ഈ നിലയിൽ പുറത്തിറക്കുന്നു എന്ന ഒരു ചോദ്യം ബാക്കിയാണല്ലോ. അതൊക്കെ വിശദീകരിക്കാൻ EP ജയരാജനായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം തന്നെ ഇത് എഴുതാൻ ഏൽപ്പിച്ചിരുന്ന ആളോട് ഏതെങ്കിലും തരത്തിൽ
ഇതിന്റെ ഉള്ളടക്കം ചോർന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? അപ്പോൾ ഇന്നലെ പറഞ്ഞ ഉറപ്പ് ഇന്ന് ഇപിക്ക് ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അതെങ്ങനെ അങ്ങനെ മനസ്സിലാവുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, താന് ഒരു വ്യക്തിയുടെ അടുത്ത്, ആ പേരും പറഞ്ഞു ഞാനത് പറയുന്നില്ല, ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് DTP എടുക്കാനായിട്ട് താൻ എഴുതിയ പേജ് കൊടുത്തിട്ടുണ്ട്, അതൊരിക്കലും പുറത്തു പോകത്തില്ല. ഇനി അങ്ങനെ പുറത്തു പോയതാണോ എന്നുള്ളത് പരിശോധിക്കുന്നു പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മറുപടിയല്ലേ. പക്ഷേ ഇതിന് ഉത്തരം പറയേണ്ടത് DC ബുക്സ് അല്ലേ? DC ബുക്സ് അല്ലേ ഇത് പ്രസിദ്ധീകരിച്ചത് ഓൺലൈൻ മാധ്യമത്തിലൂടെ? അപ്പൊ അവരെല്ലാം മറുപടി ഉണ്ട്. താങ്കൾക്ക് എങ്ങനെ കിട്ടി? താങ്കൾക്ക് ഈ ഫോട്ടോഗ്രാഫ്സ് എവിടുന്ന് കിട്ടി? താങ്കളെ ആരാ ഏൽപ്പിച്ചത്? അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള റൂട്ട് എന്താണെന്ന് അവരല്ലേ പറയണ്ടേ? അവരും മൗനം പാലിക്കുന്നതോറും അവരിൽ ആരോപിച്ച കുറ്റങ്ങൾ ശരിയാണെന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാവൂല. അതിനകത്ത് എന്തിനായാലും മറ്റൊരു ചിന്തയുടെ ഒരു ആവശ്യമില്ല. രജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞതുപോലെ DC ബുക്സിന്റെ ഭാഗത്തു നിന്നാണ് ഈ വലിയ വീഴ്ചയുണ്ടായെങ്കിൽ നമുക്കറിയാം അത് ഒരേ സമയം EP ജയരാജനെ വ്യക്തിഹത്യ നടത്തുന്നതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് ദിവസം, പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ ആണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിന്റെ തലേന്നും രാവിലെയുമായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് കൃത്യമായ ഗൂഢാലോചനയോട് കൂടിയാണ്. അത് പാർട്ടിയെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണെന്നിരിക്കെ താങ്കൾ ഉൾപ്പെടെ പറയുന്നു DC ബുക്സിനാണ് വീഴ്ച സംഭവിച്ചത് എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ DGPക്ക് പരാതി നൽകിയ EP ജയരാജൻ എന്തുകൊണ്ട് സ്പെസിഫിക് ആയി ആ കാര്യം ആ പരാതിയിൽ പറയുന്നില്ല എന്ന ഒരു ചോദ്യമില്ലേ? ഇന്ന് കേസെടുക്കാതെയുള്ള പ്രാഥമിക പരിശോധനയാണ് അതിൽ നടക്കുന്നത്. കാരണം കേസെടുക്കാൻ കൃത്യമായി ഈ കാര്യങ്ങൾ ആ പരാതിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല എന്നതാണ് ആ വീഴ്ച. അല്ലല്ല, അവിടെ അത് വീഴ്ച ഒന്നുമില്ല. ഇന്ന് പാലക്കാട് നടത്തിയ പത്രസമ്മേളനത്തിൽ EP ജയരാജൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ക്രിമിനലായിട്ട് സിവിലായിട്ട് നല്ലോണം സ്വീകരിക്കും. പ്രാഥമികമായിട്ടുള്ള പരാതികൾ കൊടുത്തു കഴിഞ്ഞു, പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷം എന്താണോ അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഇതിനപ്പുറം നിയമബാധ്യതയുള്ള സ്ഥലത്ത് പിന്നെ ഇതിനപ്പുറം എന്താ അദ്ദേഹം പറയേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് അദ്ദേഹത്തിനെ വലിച്ചടിക്കുന്നത്? ഇത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയോ നടന്ന ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നെ DC ബുക്ക് വഴങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ DC ബുക്ക് നേരിട്ട് കൊടുത്തതായിരിക്കാം. ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ EP ജയരാജൻ പാലക്കാട് സ്ഥാനാർത്ഥിയെ കുറിച്ച്, പാർട്ടിയെ കുറിച്ച് മോശമായിട്ട് പ്രതിപാദിക്കുന്ന, ഭരണത്തെക്കുറിച്ച് ഒരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു PDF റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റി അതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമല്ല. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണ്. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ശ്രീ രജി ലൂക്കോസ്, താങ്കൾ പറയുന്ന വാദം തന്നെ എടുത്താൽ DC ബുക്സിന് ഇതിന്റെ PDF ഇങ്ങനെ നൽകിക്കൊണ്ട്, ഇതിന്റെ ഉള്ളടക്കം പുറത്താക്കിക്കൊണ്ട് പിന്നീട് അവർക്ക് എന്താണ് ഇതിനകത്തുള്ള നേട്ടം? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? എന്തിനാണ് അവർ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ മുഴുവൻ ഉള്ളടക്കവും ഇത് ഈ രീതിയിൽ പുറത്തുവിടേണ്ടുന്ന ആവശ്യം അവർക്ക് എന്താണ്? അല്ല, അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ആ ലക്ഷ്യം എന്താണെന്ന് അവർ തുറന്നു പറയട്ടെ. എന്തുകൊണ്ടാണ് PDF രൂപം അവര് മാധ്യമങ്ങൾ കൊടുത്ത് റിലീസ് ചെയ്തത്? മുഴുവൻ അവരൊരു പബ്ലിഷിംഗ് സ്ഥാപനമാണല്ലോ. അവർ ഇറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ താങ്കൾ തന്നെ പറഞ്ഞു PDF വന്ന് ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പുസ്തകം വാങ്ങുമോ എന്ന് താങ്കൾ ചോദിച്ചു. അതേ ലോജിക്ക് വെച്ച് നോക്കിയാൽ തന്നെ DC ബുക്സിന് എന്താണ് ഇതിന്റെ PDF ഫുള്ള് പുറത്തു വിട്ടത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ആ നേട്ടം രാഷ്ട്രീയ നേട്ടമായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ വലതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഗൂഢാലോചന അവർ പങ്കെടുത്തതായിരിക്കും. അത് അവർ പറയട്ടെ, തുറന്നു പറയട്ടെ, അവർ ഓപ്പണായിട്ട് പറയട്ടെ. ആ ലക്ഷ്യം എന്താണെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ റൂട്ട് അവിടുന്നാണ്. അല്ലെങ്കിൽ വേണ്ട, അത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കരാർ ഒപ്പിടണം. എത്ര എഡീഷൻ പിന്നെ അവർക്ക് പ്രസിദ്ധീകരിക്കാം, എത്ര കോപ്പി പ്രസിദ്ധീകരിക്കാം, റോയൽറ്റി എന്താണ്, ഇതെല്ലാം പറഞ്ഞൊരു കരാർ ഒപ്പിടാണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ റോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കരാർ അവിടെ. എന്തുകൊണ്ടാണ് DC പിന്നെ രവി ഇന്ന് മാധ്യമങ്ങളോട് ഒന്നും പറയാതെ പൊതുപ്രവർത്തകരെ മാനിക്കണം എന്ന് പറഞ്ഞാൽ, അപ്പം EP ജയരാജൻ പറഞ്ഞ ആരോപണങ്ങളെ മാനിക്കുന്നതല്ലേ എന്റെ അർത്ഥം എന്ന് പറയുന്നത്? അപ്പൊ വളരെ കൃത്യമല്ലേ. ഇതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ EP ജയരാജനെ കുറ്റവാളിയാക്കുന്നത്? അത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാം വിവേചന ബുദ്ധിയുള്ളവരെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് തലേദിവസം രാത്രിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, പിന്നെ നേരം വെളുത്ത 6:15 ഒരു മാധ്യമത്തിന് PDF കോപ്പി കൊടുക്കുക, ആ മുഴുവൻ പേജുകളും പ്രസിദ്ധീകരിച്ച് അത് എല്ലാവർക്കും വായിക്കാനുള്ള അവസരം കൊടുക്കുക, അതിനകത്ത് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ച് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ മറ്റാർക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ളത് ഇതിനപ്പുറം തെളിവ് മറ്റെന്ത് തെളിവ് അതിനകത്ത് വേണ്ടത്? വായിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ശരി, എന്തായാലും EP-യെ അവിശ്വസിക്കുന്നില്ല റെജി ലൂക്കോസ്. EP പറഞ്ഞതാണ് സത്യമെന്ന് വിശ്വസിക്കുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷിയുടെ പിന്നണിയിൽ താങ്കൾ ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണല്ലോ. ആത്മകഥ രചന പലരും ഈ രീതിയിലൊക്കെ തന്നെയാണ് നടത്തുന്നത്. അതിന് സഹായികളൊക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ EP ജയരാജൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമാണോ? വിശ്വസിക്കാൻ കഴിയുന്നതാണോ?
രേണുക, ഇക്കാര്യത്തിൽ ശ്രീ ഇ പി ജയരാജന് പറയുന്ന കാര്യങ്ങൾ 95% പോലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കാരണം എനിക്കിതിൻ്റെ വസ്തുതകൾ ഏതാണ്ട് കുറേയൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഇതിനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ അല്ല സംസാരിക്കുന്നത്. ഈ ആത്മകഥാ രചന എന്ന് പറയുന്നത് DC-യുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് സംബന്ധിച്ച ഇടപാടുകൾ ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയപ്പോൾ ചില ചോദ്യങ്ങൾ പത്രലേഖകരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആത്മകഥ എഴുതുന്നുണ്ട്, അതിൽ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരും, അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞതാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം. പക്ഷേ ഇത് 1.5 വർഷമായിട്ട് ഇത് DC-യുമായിട്ട് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി സംബന്ധിച്ച ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ആദ്യം കൊടുത്ത ഒരു മാനുസ്ക്രിപ്റ്റ് അല്ല, DTP കോപ്പി, അത് വെറും 80 പേജ് മാത്രം ഉള്ള ഒരു ഇതായിരുന്നു. ഒരു 80 പേജിൽ ഇ പി ജയരാജനെ കുറിച്ചൊരു അല്ലെ അതുപോലെ ഈ കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച ഒരാളെ പറ്റി ഒരു 80 പേജിലൊരു ആത്മകഥ എന്ന് പറഞ്ഞത് അത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ചർച്ചകൾ നടത്തുന്നു, വീണ്ടും കൂടുതൽ മാറ്ററുകൾ എഴുതുന്നു, കൂടുതൽ വിഷയങ്ങൾ അതിനകത്ത് വരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതങ്ങനെയാണത്. ഇപ്പം നമ്മൾ സ്വന്തം നിലയ്ക്ക് ആത്മകഥ എഴുതുന്നില്ലെങ്കിൽ, ഇപ്പം താങ്കൾ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയെ പറ്റി പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു 3 വർഷം നീണ്ടു നിന്ന സംഭാഷണത്തിൻ്റെ ഫലമായിട്ടാണ് ആ പുസ്തകം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടതാണ്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ലൈബ്രറിയിൽ പോകുന്നു, പത്രങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നോക്കുന്നു, നിയമസഭാ രേഖകൾ നോക്കുന്നു. അങ്ങനെ ഇത് ഉമ്മൻചാണ്ടിയോട് വീണ്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ വെർഷൻ പറയുന്നു. അങ്ങനെ ഏതാണ്ട് 3 വർഷം കൊണ്ട്, ഇതിനിടയ്ക്ക് കോവിഡൊക്കെ വന്നുകൊണ്ടാണ് അദ്ദേഹം കോവിഡ് ചികിത്സയിലായി. അവസാനം അദ്ദേഹം മരണത്തിന് കാരണമായ രോഗത്തെപ്പറ്റി അല്ല പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് 3 കൊല്ലം എടുത്തത്. അപ്പം ഇത് അദ്ദേഹം 3 തവണ വായിച്ചിട്ട് അപ്രൂവ് ചെയ്തതാണ് അവസാനം മാതൃഭൂമിയിൽ നമ്മൾ പ്രസ്സിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. ഇവിടെയും ഏതാണ്ട് അത് തന്നെയാണ് നടന്നത്. ദേശാഭിമാനിയിലെ കണ്ണൂർ ബ്യൂറോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇവിടെ പറഞ്ഞില്ല, കാരണം അതൊന്നും ഇവിടെ വിഷയമാക്കേണ്ട കാര്യമില്ല, അദ്ദേഹമാണ് ഇത് എഴുതിയത് എന്ന് പറയുന്നത്. അങ്ങനെ ഈ മിനിഞ്ഞാന്ന്, അതായത് പോളിംഗ് ദിവസമാണല്ലോ ഇത് പത്രങ്ങളിൽ വരുന്നത്, അതിന് 3 ദിവസം മുമ്പും ശ്രീ ഇ പി ജയരാജനുമായിട്ട് DC ബുക്സിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ഇത് ഞാൻ അന്വേഷിച്ച് അറിയുന്നതിൻ്റെ പുറത്ത് പറയുന്നതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ റിലീസിനെ പറ്റി പറയുന്നു. അപ്പോൾ DC ബുക്സ് ഇത് ഇന്നലെ പ്രസിദ്ധീകരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുമായി അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും, അങ്ങനെ ഒരു പുസ്തകം വരുന്നു, ഉടനെ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഇത്തരം ആത്മകഥകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ പുസ്തകം വായനയുമായി ഒക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇത് കാരണം അത് പുസ്തകമായിട്ട് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചിലപ്പോൾ ഒരു പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഏറെ ചർച്ചയാകാവുന്ന വിവാദമായ വിഷയങ്ങൾ അതിന് പുറത്തേക്ക് കൊടുക്കും. അത് പബ്ലിഷേഴ്സ് അതെല്ലാവരും ചെയ്യുന്നത്, അത് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മറ്റെല്ലാ ഭാഷകളിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇത് പറ്റിയ ദിവസമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കരാറുണ്ടോ എനിക്കറിഞ്ഞുകൂടാ, അവർ തമ്മിൽ കരാറുണ്ടോ? കരാറിന്റെ സണ്ണിക്കുട്ടി എബ്രഹാം, ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇന്ന പരാമർശങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്, ഇന്ന ഉള്ളടക്കമുണ്ട് എന്നതിന്റെ സൂചനകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഫുൾ PDF പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിൽ പബ്ലിഷേഴ്സ് അതിന് തയ്യാറാകുമോ? ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഈ എത്ര പേജാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ മുഴുവൻ പേജുകളും പുറത്ത് വന്നോ? PDF ആയിട്ട് വന്നോ? 180ഓളം പേജ് പുറത്തു വന്നു. ഞാൻ അറിയാൻ ചോദിക്കുകയാണ്, പുസ്തകത്തിന്റെ മുഴുവൻ പറഞ്ഞല്ലോ 80 പേജുകളല്ല, 180ഓളം പേജുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം തയ്യാറാക്കി കൊടുത്തത് 80 പേജാണ്. എത്ര പേജാ? 180ഓളം പേജുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എത്ര പേജാണ്?
അതിലൊക്കെ കൂടുതൽ ഉള്ള പുസ്തകമാണ്. അത് മാത്രമല്ല ഇത് പൂർണ്ണമാക്കിയിട്ടില്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് എന്നൊന്നും പറയുന്ന ഒരു അർത്ഥവുമില്ല. കാരണം നമുക്കറിയാം നീലേശ്വരത്തെ ഒരു വെടിക്കെട്ടപകടം വരെ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം അതാണല്ലോ ഏറ്റവും കൂടുതലൊരു പ്രശ്നമായത്. ഇന്നലെ അത് പുറത്തു വന്നപ്പോൾ അത് ഏറ്റവും പ്രശ്നമായത് സരിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഗവൺമെന്റിനെ പറ്റി പറയുന്നു, പാർട്ടിയെ പറ്റി പറയുന്നു, അദ്ദേഹത്തിന് ചെറുപ്പകാലം പറയുന്നു. അതൊക്കെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആര് കൊടുത്തു എന്നുള്ളൂ എന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ, എനിക്കതിൻ്റെ വിശദാംശങ്ങളില്ല. പക്ഷേ ഈ പുസ്തകം വരാൻ പോകുന്നു. ഞാനൊരു ചെറിയ തോതിൽ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ മുതൽ തന്നെ അന്വേഷിക്കുകയും അതിൻ്റെ പ്രസിദ്ധീകരണം എത്രത്തോളമായി എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്ത് വെറും അക്കാഡമിക് താല്പര്യം കൊണ്ട് ഞാൻ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം പൂർണ്ണമായിട്ട് തയ്യാറാക്കി അത് DC ബുക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് ശ്രീ EP ജയരാജന് നന്നായിട്ടറിയാം. അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയാം, അതിൻ്റെ കവർ എന്താണെന്നറിയാം. ഒരു കവറൊക്കെ നമ്മൾ ഈ കരാറില്ലാതെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു കവറൊക്കെ എഴുത്തുകാരനുമായി അല്ലെങ്കിൽ രചയിതാവുമായി ചർച്ച ചെയ്യാതെ നമ്മൾ തീരുമാനിക്കില്ലല്ലോ. ഇതെല്ലാം നടന്നതാണ്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കുറേ ഇതിൻ്റെ കണ്ടന്റ് ഉള്ളടക്കം പുറത്തേക്ക് വന്നത് തെരഞ്ഞെടുപ്പ് ദിവസമായി. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു കാര്യമല്ല, പാർട്ടിക്ക് സുഖകരമായ കാര്യമല്ല. തെരഞ്ഞെടുപ്പിന്റെ അന്ന് വരുന്നത് ഞാനൊരു ഒന്നുകൂടെ പറയട്ടെ. EP ജയരാജ് കേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് താങ്കൾ സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ DC ബുക്സിൻ്റെതായിട്ട് വന്ന രവി DCയുടെ പ്രതികരണം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഫേസ്ബുക്കിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, സമൂഹ മാധ്യമം വഴി പറഞ്ഞത് മാത്രമാണ് പറയാനുള്ളത്, കൂടുതൽ പ്രതികരണത്തിനില്ല, ഞങ്ങളൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, രാഷ്ട്രീയ പാർട്ടികളോട് നേതാക്കളോട് ബഹുമാനമാണ്, ഇത്ര മാത്രമാണ് പറയുന്നത്. നോക്കൂ, എത്ര ഗുരുതരമായ ആരോപണമാണ് DC ബുക്സിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ ഇത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എങ്കിൽ, ഇതിനൊരു കരാറുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഈ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ നിലയിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടേ DC ബുക്സ്? അവർക്കതിനുള്ള ബാധ്യതയില്ലേ? രേണു അതിനകത്ത് രവി DCയുടെ ഇന്ന് ഷാർജയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല, ഞങ്ങളൊരു പുസ്തക പ്രസാധകരാണ്, ഫെസിലിറ്റേറ്ററാണെന്ന് പറയുമ്പോൾ ഇതിനെ ഇവർ കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? ഈ പുസ്തകം ഇറക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതും മറ്റ് വിവാദങ്ങളിൽപ്പെട്ട് കുഴപ്പത്തിലേക്ക് പോകാതെ അവരതിൽ നിന്നൊരു ഭാഗമാകുന്നില്ല. അത് മാത്രമേ DC ചെയ്യുന്നത്. ഈ പുസ്തകം എന്ന് പറയുന്നത് അച്ചടിക്കാൻ തീരുമാനിച്ചതാണ്, അത് DCക്ക് കൊടുത്തതാണ്. മാതൃഭൂമിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, മറ്റ് പ്രസിദ്ധീകരണക്കാരെങ്കിലും ചോദിച്ചു. ഇത് DCക്ക് കൊടുത്ത പുസ്തകമാണ്. പിന്നെ കരാർ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് രവി DCക്കും പിന്നെ EP ജയരാജനും മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രവി DCയാണ് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കരാർ നേരത്തെ വയ്ക്കും. അതാണ് റോയൽറ്റി എത്ര കോപ്പി അടിക്കണം. പിന്നെ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു നിശ്ചിത വർഷത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ എഡിഷനിൽ 1000 കോപ്പിയാണ് 2000 കോപ്പിയാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ സെയിൽസ് തീരുന്നത് വരെ അതായിരിക്കും ആ പ്രസാധകന് ഉള്ള പിന്നെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ എഡിഷൻ്റെ കാര്യത്തിൽ. പിന്നീട് അത് തുടർച്ചയായിട്ട് അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ കരാർ നേരത്തെ വയ്ക്കാം. പക്ഷേ ഇതൊരു ധാരണയില്ലാതെ ഞാനൊരു പുസ്തകം DCക്ക് കൊടുത്താൽ അതിന് തമ്മിലൊരു ധാരണയോ കരാറുണ്ടാവുന്നതാണ് ശരി. ധാരണയില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ ഇത് പുറത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും DCക്കും അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവരത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ, ഇത് കോൺഗ്രസ്സുകാരായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, VD സതീശന, ഇതൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് EP ജയരാജനും DC ബുക്സുമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ആ ഏർപ്പാടിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ അത് നമുക്കറിഞ്ഞുകൂടാ. അവർ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് പറ്റിയ തന്ത്രം, സമയം എന്ന നിലയിലായിരിക്കാം ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ടത്. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ NM പിയേഴ്സൺ, നോക്കൂ, ഇന്നലെ മാധ്യമങ്ങളെ EP കാണുമ്പോൾ
കുറച്ചൊക്കെ വിശ്വസനീയത, അയ്യോ എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല, ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ക്യാപ്ഷൻ ഞാൻ കൊടുക്കുമോ, അതിൻ്റെ ആ പുസ്തകത്തിന് അങ്ങനെ ഒരു പേര് ഞാൻ വെക്കുമോ, എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ടൈറ്റിൽ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ സംശയിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ചോർന്നിട്ടുണ്ടോ എന്ന് പറയുന്നു. ഇന്നലെ അദ്ദേഹം നൽകിയ പരാതിയിൽ DC ബുക്സിന്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ള ചില നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ സംശയം ജനിക്കുകയാണ്. നമുക്കറിയാം പലപ്പോഴും വിവാദങ്ങൾ, EP-യും വിവാദങ്ങളും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റേത് നമ്മളിവിടെ സൂചിപ്പിച്ചു, ഇന്നലെ ഒരു നിർണായക ദിവസമായിരുന്നു. EP കുടുങ്ങിയതാണോ അതോ EP ആരെങ്കിലും കുടുക്കിയതാണോ ഈ വിഷയത്തിൽ? EP-യുടെ ഒരു കാര്യത്തിൽ അദ്ദേഹം കുടുങ്ങിയതാണോ അദ്ദേഹത്തെ കുടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം കുടുങ്ങാനും കുടുക്കപ്പെടാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതകളിലും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സണ്ണിക്കുട്ടി പറഞ്ഞ കാര്യം ഏതാണ്ട് വിശ്വസിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു പ്രസാധകനാണ് എന്നുള്ളത് കൂടി അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ DC ബുക്സ് എന്റെ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പുസ്തകം കൊടുക്കുന്നു, പുസ്തകം വളരെ പെർഫെക്റ്റ് ആയിട്ട് DTP ചെയ്യുന്നതെല്ലാം ക്ലിയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ വായിക്കുന്നു, വിലയിരുത്തുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അവര് സമ്മതം വിളിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കരാറിന്റെ ഒരു പകർപ്പ് അവര് നമുക്ക് അയച്ചു തരികയാണ്. കരാറ് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് പിന്നീട് ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ പ്രക്രിയയിലേക്ക് അവർ കടക്കുകയും. ഒരു പുസ്തകത്തിന്റെ കാര്യമല്ലേ, എന്റെ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച DC ആണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ് ആഷ് അരവിന്ദ് വിളിച്ചു ഒരു പുസ്തകം പൂണൂലും കൊന്തയും എന്ന് പറയുന്ന വിമോചന സമരത്തെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം റീപ്രിന്റ് ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത്. റീപ്രിന്റ് ചെയ്യാൻ പോകുന്നു. അതിന്റെ അഗ്രിമെന്റ്, പഴയ അഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞു, പുതിയ അഗ്രിമെന്റ് വെക്കണമെന്ന് പറയും. പുതിയ അഗ്രിമെന്റ് വെക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. എന്റെ അനുഭവത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, DC-യുമായിട്ടുള്ള എന്റെ അനുഭവം അതാണ്. അതുകൊണ്ട് EP ജയരാജന്റെ പുസ്തകത്തിന്റെ എഗ്രിമെന്റ് അവർ വെച്ചിട്ടുണ്ടാവും. സണ്ണിക്കുട്ടി വിചാരിക്കുന്നത് പോലെ അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല. കാരണം DC ഒക്കെ പ്രൊഫഷണൽ രീതികളിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അത് EP ജയരാജന്റെ ആയാലും പിണറായി വിജയന്റെ ആയാലും രാഹുൽ ഗാന്ധിയുടെ പുസ്തകം. പക്ഷേ എന്തിനാണ് അവർ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്നാൽ ഒരു ഒളിച്ചു കളിക്കുന്നത്? അല്ല, അങ്ങനെ എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ. എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുസ്തകത്തിന്റെ കാര്യങ്ങൾ, വാർത്തകൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം ആണ്. തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ വേണമെങ്കിൽ അതിന്റെ ചെറിയ ശകലങ്ങളെല്ലാം പുറത്തുവിടാം. അത് മാർക്കറ്റിംഗ് തന്ത്രമാണ് സമ്മതിക്കുന്നത്. കാരണം ഇന്നത്തെ വിൽപ്പനകൾ എന്നൊക്കെ പറയുന്നത് വിവാദം ആയി ഉയരുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് സാധാരണ ആളുകൾ നമ്മുടെ മാർക്കറ്റ്. ഇതിപ്പോൾ ഒരു വിവാദം മാത്രമല്ല. DGPക്ക് ഇന്നലെ നൽകിയ പരാതിയിൽ ഇന്ന് കോട്ടയം SP പ്രാഥമിക പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. അതിൽ DC ബുക്സിനെയാണ് ഈ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴൊക്കെ കുറ്റക്കാരായി EP ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ DCക്ക് ഈ രീതിയിലൊരു ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? എന്താണ് കാര്യം എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കാമല്ലോ. ഇത് ഒളിച്ചുകളിയുടെ പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിന്റെ അന്ന് വാർത്ത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ദോഷകരമാകുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു നേതാവ് എന്നാൽ അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികം അത് മനസ്സിലാക്കപ്പെടാതെയാണോ ആ വാർത്ത അദ്ദേഹം അങ്ങനെ കൊടുക്കാൻ അദ്ദേഹം അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രചരണം അതെങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ വിറ്റഴിക്കുന്നതൊക്കെ തീരുമാനിക്കുന്ന പ്രസാധകരാണ്. അപ്പൊ അവര് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സ്വാഭാവികമായിട്ട് അവർ പുറത്തു കൊടുക്കും. അങ്ങനെ കൊടുത്തു തന്നെയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. എന്നാൽ ഈ 150 പേജ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അത്രയും പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടേണ്ട കാര്യമില്ല. വളരെ കുറച്ച് അതിനകത്ത് വരുന്ന ചില സാധനങ്ങൾ മാത്രം പുറത്ത് പ്രചരണത്തിന് നൽകുകയും ഇതിനകത്ത് ഇതിനേക്കാൾ വലിയ വാർത്തകളുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിയ പുസ്തകം വാങ്ങാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ പ്രസാധകര് അവരുടെ പുസ്തകം പ്രസാദനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കൊടുക്കുന്നതായിട്ടുള്ള ബോർഡറിൽ വരുന്നത്. പരസ്യത്തിന്റെ വാചകം അങ്ങനെയാണ് വരുന്നത്. 150 പേജൊക്കെ അതിന്റെ PDF പുറത്തിറക്കാന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അത് ഈ നിലയിൽ ചർച്ചയാകുന്നതും. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ EP അറിയാതെ ഇത് സംഭവിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
ഇന്നലെ പാർട്ടി നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചവർ എല്ലാം പറഞ്ഞത് ഇ.പി. ജയരാജൻ പറയുന്നത് വിശ്വസിക്കുകയേ നിവർത്തിയുള്ളൂ എന്നതാണ്. ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നു, ഇത് എഴുതി തയ്യാറാക്കാൻ ഏൽപ്പിച്ച വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ചോർന്നു പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന്. ദേശാഭിമാനി ലേഖകനാണ് വ്യക്തിയെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇ.പി. ജയരാജന് പാർട്ടിയുമായി നല്ല രീതിയിലുള്ള ബന്ധമല്ല കഴിഞ്ഞ കുറെ നാളുകളായുള്ളത്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവം. ഏതെങ്കിലും തരത്തിൽ ഇ.പിയെ കുടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? അല്ല, ദേശാഭിമാനിക്കകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഇ.പി. ജയരാജന്റെ വിശ്വസ്തനായിരിക്കണം എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം പാർട്ടിക്കകത്ത് വിഭാഗീയത നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് ഒരുത്തൻ മറുകണ്ഠം ചാടുന്നതെന്ന്, എപ്പോഴാണ് ഒരു നേതാവിനെ ഒറ്റുകൊടുക്കുന്നതെന്ന്, ഒരു നേതാവിന്റെ കുതികാല് വെട്ടുന്നതെന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് വിഭാഗീയത എന്ന് പറയുന്ന സാധനം വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇ.പിയെ പറ്റിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വേണമെങ്കിൽ അത് സംഭവിക്കാവുന്നതാണ്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണ് ജാവദേക്കറെ കണ്ടു എന്ന് പറഞ്ഞ ആരോപണം ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരികയും ആ വാർത്തയുടെ പുറത്ത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് എന്തായാലും പടിയിറങ്ങേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് ബലിയഴിക്കേണ്ടി വന്നത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അത് ബോധപൂർവമായിട്ട് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എങ്കിൽ നിരന്തരമായിട്ട് ഇ.പിയെ വേട്ടയാടുന്നതായിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ആ വേട്ടയുടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വാർത്തയും എത്തി നിൽക്കുന്നതെന്ന് കരുതേണ്ടി വരും. ഇതൊക്കെ നമുക്ക് കരുതാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിയണമെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ട് വരും. കാരണം ഈ പ്രചരണത്തിന് വേണ്ടി കൊടുക്കുന്ന ബൈലൈൻ എന്നൊക്കെ പറയുന്നത് അത് ഈ 150 പേജ് ഒന്നും ഒരിക്കലും അങ്ങനെ വരുന്ന പ്രശ്നമില്ല, അങ്ങനെ ഒരിക്കലും കൊടുക്കാറില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് 3, 4, 5 പേജിൽ അവിടെ ഇവിടെയൊക്കെ വിവാദപരമായി വന്നിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ഇതിൽ കൊടുക്കുന്നത്. അത് മതി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിന് പോലും അത്തരം കാര്യങ്ങളെ ആവശ്യമുള്ളൂ. കാരണം എന്താ വെച്ചാല് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരൊക്കെ ദുർബലരാണ് എന്ന് പറയുന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിണറായി വിജയനെതിരായിട്ടുള്ള വാർത്തയാണ്. അതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് സെക്രട്ടറി ആയിരുന്നായിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർക്കെതിരായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് അതിനെ കണക്കാക്കുക. എന്ന് വെച്ചാൽ ഗവൺമെന്റിലെ അതിന്റെ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള പിണറായിക്കെതിരെയും പാർട്ടിയിൽ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള ഗോവിന്ദ മാസ്റ്ററിനെതിരെയും വരുന്ന വാർത്ത ഇ.പിയിൽ നിന്ന് വരുന്നു എന്ന് വരുത്തുന്നത് ഇ.പിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഭാഗമാകാം. പാർട്ടിക്ക് പോലും നടപടിയെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം അത്തരത്തിൽ വാർത്തകൾ വരുന്ന സമയത്തുണ്ടാകും. പുസ്തകക്കാരായിട്ട് ആ മാർഗം കണ്ടതിൽ ഒന്ന് മാത്രമായിരിക്കാം ഈ ബൈലൈൻ കൊടുക്കൽ. പക്ഷെ ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഇ.പിയെ ശരിപ്പെടുത്തുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഉദ്ദേശം പ്രത്യേകിച്ച് ദേശാഭിമാനി ലേഖകനാണ് അത് എഴുതാൻ ഏൽപ്പിച്ചെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു വഞ്ചന ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ബലപ്പെടുകയാണ്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.